പേരുകളിൽ ഒരുമിച്ച് നമ്മളെ ദിവസം സമർപ്പിക്കാം. കൊലോസ്യ ലേഖനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് കുറെ മാസങ്ങളായി, കുറെ ആഴ്ചകളായി. എന്നാൽ അതിൽ നിന്ന് മാറി കൊലോസ്യ 2-ാം അധ്യായം 5-ാം വാക്യം വരെ ചിന്തിച്ചുകൊണ്ടിരുന്ന നമ്മൾ ചില ദൈവിക ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് അല്പം മാറി ചിന്തിപ്പാൻ ചില ആഴ്ചകളായിട്ട് സമയത്തെ വേർതിരിച്ചു. അങ്ങനെ നമ്മള് തനിക്കായി തന്നെ ജീവിക്കുവാനുള്ള ഒരു പ്രലോഭനമുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാതിരിക്കാനും ദൈവത്തിനായി ജീവിക്കുന്നവരുടെ ജീവിതം എത്ര ശ്രേഷ്ഠമാണെന്നും തനിക്കായി തന്നെ ജീവിക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതം ഒടുവിൽ എത്ര ദുഃഖകരമാണെന്നും ഒക്കെ ഒന്ന് ചിന്തിക്കാനുമാണ് നമ്മൾ ഈ വേദഭാഗത്തിൽ ചില ആഴ്ചകളായിട്ട് നിന്നുകൊണ്ട് ദൈവം ചിന്തിക്കുന്നത്. അങ്ങനെ നമ്മൾ അബ്രഹാമിനെയും ലോത്തിനെയും കുറിച്ച് ചിന്തിച്ച് അബ്രഹാമിന്റെ ഹൃദയത്തിൽ എത്രത്തോളം സഹോദര സ്നേഹമുണ്ടെന്നും അതെങ്ങനെയാണ് അതിന്റെ പ്രവൃത്തി ഭാഗത്തിൽ കൊണ്ടുവന്നെന്നും അതുപോലെ തന്നെ ലോത്ത് ഏറ്റവും എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ ഒരു ലാൻഡിനെ നോക്കിക്കൊണ്ട് അധികം ഫലഭൂഷ്ടിയുള്ള ഒരു നാടിനെ, ഒരു ദേശത്തെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയും അബ്രഹാം അദൃശ്യനായ ദൈവത്തെ കേട്ടുകൊണ്ട്, അദൃശ്യനായ ദൈവത്തെ ശ്രവിച്ചുകൊണ്ട് കണ്ടിട്ടില്ല എന്നാൽ കണ്ടതുപോലെ ജീവിക്കുന്ന ഒരു അനുഭവത്തിലൂടെ എവിടെയും ആക്കി വെക്കുമ്പോൾ അവിടെയൊക്കെ ദൈവത്തിന് യാഗപീഠം ഉണ്ടാക്കി അവിടെ യാഗമർപ്പിക്കുന്നതും, എന്നാൽ ലോത്ത് പോയി സൊദോം പട്ടണത്തിൽ ഒടുവിൽ സ്ഥിരതാമസമാക്കുന്നതും അബ്രഹാം കനാന്യ ദേശത്ത് ഹെബ്രോനിൽ വന്നു പാർക്കുന്നതും അവിടെ അബ്രഹാമിന്റെ ജീവിതവും അബ്രഹാമിന് ദൈവം കൊടുത്ത നന്മകളും ഒക്കെ എത്ര ശ്രേഷ്ഠമാണ്. എന്നാൽ അതിലൊന്നും അറിയപ്പെടാതെ തനിക്ക് കൊടുത്ത നന്മകളിലോ അല്ലെങ്കിൽ കഴിവിലോ സൈന്യബലത്തിലോ ഒന്നും അറിയപ്പെടാതെ ദൈവത്തിന്റെ ഒരു പുരുഷനായി, ദൈവത്തിന്റെ ഒരു സ്നേഹിതനായി, ദൈവഭക്തനായി ജീവിക്കുകയും അങ്ങനെ സമൂഹത്തിൽ വെളിപ്പെടുകയും ചെയ്യുകയും ദൈവിക അനുഗ്രഹങ്ങളെ വീണ്ടും പ്രാപിക്കുകയും ചെയ്യുന്ന അബ്രഹാമിനെ കുറിച്ച് ഒക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു എങ്ങനെയാണ് അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ ഒരു ദൈവികമായ ഇടപെടൽ ഉണ്ടായപ്പോൾ അതൊരു അവരെ സംബന്ധിച്ചൊരു അവര് പോലും അറിയാതെ തന്നെ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു പരീക്ഷയാണ്. എങ്ങനെ വാർദ്ധക്യത്തിൽ നിർജീവത്വം അനുഭവിക്കുന്ന ദമ്പതികൾ നിരാശപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ, അവര് ആക്റ്റീവാണോ ദൈവസന്നിധിയിൽ, ദൈവിക കാര്യങ്ങളിലും അവർക്ക് ശുഷ്കാന്തി ഉണ്ടോ, അവരുടെ ശരീരം ബലഹീനമാണെങ്കിൽ അവരുടെ മനസ്സ് എത്രത്തോളം ബലമുള്ളതാണെന്ന് തെളിയിക്കുന്ന ചില അനുഭവങ്ങൾ അവരുടെ ഭവനത്തിൽ ഉണ്ടാകി. അതിൽ ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ, ഏറ്റവും മികച്ച രീതിയിൽ അവര് ആ അതിസൽക്കാരം നിവർത്തിച്ച് അവരറിയുന്നില്ല അവരാരെയാ സൽക്കരിക്കുന്നതാണ്, അവരതിഥികളെയാണ് സൽക്കരിക്കുന്നത്. പക്ഷെ അതിഥികൾ എത്ര വലിയ ഉദ്ദേശത്തോടാണ് അവിടെ വന്നിരിക്കുന്നതെന്നും എപ്രകാരമാണെന്നൊന്നും അറിയാതെ, എന്നാൽ അറിയേണ്ട കാര്യം അവർക്കില്ല. കാരണം അതിഥികളെ മാനുഷികമായ ഒരു രീതി വെച്ച് നോക്കിയാൽ ആൾക്കാരുടെ പൊസിഷനും അല്ലെങ്കിൽ അവരെ നാളെ എങ്ങനെ എനിക്ക് ഉപകരിക്കും, എത്രത്തോളം ഇന്ന് അവരെ പ്രസാദിപ്പിച്ചാൽ നാളെ എത്രത്തോളം അവരെനിക്ക് പ്രയോജനപ്പെടുമെന്ന് നോക്കിക്കൊണ്ട് മനുഷ്യ അതിസൽക്കാരം നടത്താറുണ്ട്. എല്ലാം ഒരു നിഗൂഢ ലക്ഷ്യത്തോടെ, അതായത് മറ്റുള്ള മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ അവരെ വിളിച്ചു വരുത്തി അവർക്ക് ആഹാരം കൊടുത്ത് അല്ലെങ്കിൽ അവരെ കൂടുതൽ സൽക്കരിച്ച് നാളെ അവരൊരു കാര്യം വരുമ്പോൾ അല്ലെങ്കിൽ അവർ വലിയ ചുമതല വഹിക്കുന്നവരോ വലിയ സ്ഥാനത്തുള്ളവരോ ഒക്കെ ആണെങ്കിൽ ഒരാവശ്യം വരുമ്പോൾ അത് പറഞ്ഞ് അവരുടെ അടുത്ത് ചെല്ലുവാനും ഒക്കെ ഒരു ബന്ധം സ്ഥാപിച്ച് നമ്മൾ ക്രിസ്തീയമായ ഒരു ബന്ധത്തോടെ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ നാം കർത്താവിന് വേല ചെയ്യുന്ന ആ കാര്യമല്ല, മനുഷിക ബുദ്ധിയിൽ ചെയ്യുന്ന ഒട്ടനവധി കാര്യങ്ങളുണ്ട്. എന്നാൽ അബ്രഹാം ഈ അറിയാത്തവരെ, എന്നാൽ അവര് പരിചിതരല്ല, പക്ഷെ അവരെ അന്നത്തെ കാലത്തെ അതിസൽക്കാരത്തിന് ഭയങ്കര ശ്രേഷ്ഠതയുണ്ട്. കാരണം അതിന് അത്ര വാല്യൂ ഉണ്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ഇന്നത്തെ പോലെ ഭക്ഷണം വേറെടുക്കുന്ന കഴിക്കാനോ അങ്ങനെയുള്ള പുറത്ത് സൗകര്യങ്ങളോ ഒന്നുമില്ല. ഭവനങ്ങളിൽ തന്നെ അപരിചിതരെയും പരിചിതരെയും ഒക്കെ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തിരുന്നു. അന്നത് വിശ്വസിക്കാമായിരുന്നു. കാരണം അന്ന് അങ്ങനത്തെ അപരിചിതരെ സ്വീകരിക്കുന്നതിന് ഭയപ്പെടേണ്ട കാര്യം ഇല്ലായിരുന്നു. ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ അവസ്ഥ. ഇന്ന് യാത്ര ചെയ്യുന്നവർക്ക് വെളിയിൽ നിന്ന് ഭക്ഷണം കഴിക്കാനുള്ള സാവകാശങ്ങൾ ഉള്ളത് കൊണ്ടും അങ്ങനെ ഒരു അവസ്ഥയല്ല. അങ്ങനെ അപരിചിതരെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. എന്നാൽ എന്തായാലും അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിലെ ക്യാരക്ടർ ആൻഡ് ക്വാളിറ്റി, ആ സ്വഭാവവും അതിന്റെ ഗുണവും വെളിപ്പെടുന്ന ഒരു ഭാഗമാണ്
ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം നമ്മൾ 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അങ്ങനെ നമ്മൾ ചിന്തിച്ചു വന്ന് അപ്പൊ എത്ര നമുക്ക് ദൈവം നമ്മളോട് സംസാരിച്ച ഒരു ഭാഗം ഇതാണ്. അതിൽ നിന്ന് വ്യക്തമായി ദൈവം നമ്മളോട് ഇടപെട്ട ഇതാണ്: അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ നിർജീവത്വം അവർ ഗ്രഹിച്ചു. അങ്ങനെ ഒരു സമയമാണത്. 100ഉം 99ഉം 90 വയസ്സും ആകുന്ന ആ 100-ാം വയസ്സിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന അബ്രഹാമും 90 വയസ്സിലേക്ക് എത്താൻ പോകുന്ന സാറയുടെയും ഒരു പ്രായത്തിൽ അവരുടെ നിർജീവത്വം അവർ ഗ്രഹിച്ചു. അങ്ങനെ അവര് സ്വയം ഗ്രഹിച്ചു കഴിഞ്ഞ് എങ്ങനെയാ ദൈവം അവരോട് സംസാരിച്ചു കഴിഞ്ഞും അത് വീണ്ടും ദൈവം ഒരു അവസരം അവർക്ക് കൊടുക്കുകയാണ്. അങ്ങനെയുള്ള നിർജീവമായ ഒരു ജീവിത സാഹചര്യത്തിലും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ദൈവിക നിയോഗങ്ങളെ ചെയ്തെടുപ്പാൻ അവർക്ക് ബലമുണ്ടോ ഇല്ലയോ, അവർ നിരാശജനകനാണോ എന്നുള്ള പരീക്ഷയിൽ ഒരു കാര്യം ഒരു വെളിപ്പെടുത്തി: ഞങ്ങൾ നിർജീവത്വം ഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ നിരാശയിലല്ല ജീവിക്കുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ ദൈവിക പ്രത്യാശയും ദൈവികമായ സമാധാനവും സന്തോഷവും ഉണ്ട്. ഇന്നും ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും ദൈവത്തിനും ദൈവനാമത്തിനും കൊടുപ്പാൻ ഞങ്ങൾ തയ്യാറുള്ളവരാണെന്ന് തെളിയിക്കുവാൻ ആ ഒരു അനുഭവം, ആ സംഭവം കാരണമായി. അങ്ങനെ അന്നത്തെ ദിവസം കൃത്യമായ ഒരു തീയതി പറഞ്ഞല്ലെങ്കിൽ അന്നത്തെ ദിവസം സാറായോട് പ്രത്യേകമായി പറഞ്ഞ് അങ്ങനെയൊന്നും ചിന്തിച്ചല്ല. അതിന് മുമ്പേ പറഞ്ഞിരുന്നു. ഈ 18-ാം അധ്യായം തൊട്ട് മുമ്പ് അബ്രഹാമിനോട് പറയുന്നുണ്ട്, സാറായിൽ നിന്ന് തന്നെ നിനക്കൊരു മകൻ ജനിക്കുമെന്ന്. അപ്പോഴാണ് അബ്രഹാം കൗണ്ട് വീണ് ചിരിച്ചത്. അപ്പം അങ്ങനെ പറഞ്ഞെങ്കിലും അത് വിശ്വസിക്കാൻ കഴിയാതിരുന്ന അബ്രഹാമിന്റെയും സാറയുടെയും ജീവിതത്തിൽ വീണ്ടും ദൈവിക ഇടപെടൽ ഉണ്ടാകുകയും അവരതിശ്രേഷ്ഠമായി അതിമഹത്തായ രീതിയിൽ ഏറ്റവും ഉത്തമമായ അത്യുത്തമമായ ഒരനുഭവം അവരിൽ നിന്ന് പുറപ്പെടുകയും അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി കണക്കിടുകയും ചെയ്യുന്നു. അത് ദൈവം വെച്ചിരുന്ന ഒരു കാലാവധിയായിരുന്നു. അത് ആ സംഭവത്തോടു കൂടെ അവരുടെ വിശ്വാസത്തെയും പ്രത്യാശയും അവരുടെ ദൈവത്തിലുള്ള ആശ്രയത്തെയും തെളിയിച്ചു. ഞങ്ങൾ ദൈവത്തെ സേവിക്കുന്നത്, അതിഥികളെ സൽക്കരിക്കുന്നത്, ഞങ്ങൾ മറ്റുള്ളവരെ ഞങ്ങളുടെ ഭവനത്തിൽ സ്വീകരിക്കുന്നത്, ഞങ്ങൾക്കുള്ള നന്മയിൽ നിന്ന് ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നാളെ അവരിൽ നിന്നൊരു നേട്ടത്തിനോ ദൈവത്തിന് കൊടുത്ത് ദൈവത്തിൽ നിന്ന് മേടിക്കുന്ന ഈ സ്വഭാവമൊന്നും അബ്രഹാമിനും സാറയ്ക്കും ഇല്ല. അവരെ തന്നെ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറായിരുന്നു. അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ് അവർ കൊടുത്ത ആ ഉച്ചഭക്ഷണം. അതുകൊണ്ട് അത് ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ ആ ശ്രേഷ്ഠകരമായ ഒരു അനുഭവം ഇതിൽ നിന്നുണ്ടായി. ആ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഒടുവിൽ ചിന്തിച്ചു നിർത്തിയത്, അങ്ങനെ ഇവിടേക്ക് ദൈവം അയച്ച ആ ദൈവദൂതന്മാർ, നമ്മൾ 22-ാം വാക്യം 18-ന്റെ 22, അങ്ങനെ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അവര് പറഞ്ഞു, അബ്രഹാമിനോട് മറച്ചു വെക്കാൻ കഴിയുന്നില്ല ദൈവത്തിന്. അങ്ങനെ എന്തിനാ ഞങ്ങൾ വന്ന 2 ദേശങ്ങൾ? ഒന്ന്, അബ്രഹാമിനോടും കുടുംബത്തോടുമുള്ള ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നിവർത്തി വരുത്തണം. അവരിൽ നിന്നുള്ള ആ വിരുന്ന്, ആ ഉച്ച ഭക്ഷണം പ്രാപിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിൽ അബ്രഹാമിനോട് ചില കാര്യങ്ങൾ തുറന്നു പറയണം എന്നുള്ള വ്യക്തമായ ആ ആഗ്രഹം കാരണം തുറന്നു പറയുകയും, എന്താണ് യഹോവ അബ്രഹാമിനെ കുറിച്ച് അവനോട് എനിക്ക് അത് മറച്ചു വെക്കുവാൻ കഴിയത്തില്ല എന്ന് 18-ാം അധ്യായത്തിൽ പറയുന്നു. 17-ാം വാക്യം, അപ്പോൾ യഹോവ അരുളി ചെയ്തു, ഞാൻ ചെയ്യുവാനിരിക്കുന്നത് അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? എന്നിട്ടാണ് പറയുന്നത്, പിന്നെ 20-ാം വാക്യം, പിന്നെ യഹോവ സൊദോമിന്റെയും ഗൊമോറയുടെയും നിലവിളി വലിയതും അവരുടെ പാപം അതികഠിനവുമാകുന്നു എന്നുള്ള കാര്യം അവിടെ അറിയിക്കുമ്പോൾ അബ്രഹാമിന് മനസ്സിലായി. 22-ാം വാക്യത്തിൽ ആ പുരുഷന്മാർ അവിടെ നിന്ന് തിരിഞ്ഞ് സൊദോമിലേക്ക് പോയി. അബ്രഹാം ഓടെ സന്നിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തി എന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ സംഹരിക്കുമോ? അപ്പൊ ലോത്ത് ഒരു നീതിമാനാണ്. ലോത്തിനെ ഉദ്ദേശിച്ചാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. നമ്മള് വളരെയധികം ചിന്തിച്ചു. അബ്രഹാമിന്റെ ഹൃദയത്തിൽ നിഷ്കളങ്കമായ സഹോദര സ്നേഹം ഉണ്ടായിരുന്നു. അവൻ നശിക്കട്ടെ എന്നല്ല, അവന്റെ തെറ്റായ തീരുമാനം അവന് നാശത്തിലേക്ക് നയിക്കട്ടെ എന്നല്ല, തെറ്റായ ഒരിടത്തവൻ പാർക്കുന്നു നശിച്ചു പോട്ടെ എന്നല്ല, ഏതെങ്കിലും പഴുതുണ്ടോ തന്റെ സഹോദരനെ രക്ഷപ്പെടുവാൻ എന്നുള്ളത് അറിയുവാനുള്ള അബ്രഹാമിന്റെ ആ വ്യഗ്രത അവിടെ വെളിപ്പെടുത്തുന്നു. തുടർന്നുള്ള വാക്യങ്ങൾ 23 തൊട്ട് 33 വരെയുള്ള വാക്യങ്ങളിൽ അബ്രഹാം ദൈവത്തോട് ചോദിക്കുകയാണ്, ഏതെങ്കിലും, അതായത് 10 നീതിമാന്മാരെങ്കിലും അവിടെ അവശേഷിക്കുന്നെങ്കിൽ നീ
പട്ടണത്തെ രക്ഷിക്കുമോ? ഏതു വിധേനയും ലോത്ത് രക്ഷപ്പെടണം എന്ന് അബ്രഹാം ആഗ്രഹിച്ചു. ആ വിവരം അബ്രഹാം അറിഞ്ഞപ്പോൾ അബ്രഹാമിന്റെ ഹൃദയത്തിൽ വീണ്ടും ആ നിഷ്കളങ്കമായ സഹോദര സ്നേഹത്തിന്റെ ആ പ്രതിഫലനം നമുക്ക് കാണുവാൻ കഴിയും. അത് നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം, ദൈവത്തോടുള്ള തന്റെ സ്നേഹവും നിഷ്കളങ്കമായിരുന്നു, നേരുള്ളതായിരുന്നു. താൻ ദൈവിക കാര്യങ്ങൾക്ക് തന്നെ ദൈവത്തിന് തന്നെയും ദൈവിക കാര്യങ്ങൾക്ക് തനിക്കുള്ളതിനെയും കൊടുത്തതിന്റെ പിന്നിൽ അത് കണ്ട് ദൈവം പ്രസാദിച്ച് ഇസ്ഹാക്കിനെ തരണം എന്നുള്ള ആഗ്രഹത്തോടെ അല്ലായിരുന്നു, മറിച്ച് ഈ ദൈവം ജീവനുള്ള ദൈവമാണ്, സത്യ ദൈവമാണ്, ഈ ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ഞങ്ങൾ എത്ര നിർജീവത്തിലൂടെ കടന്നുപോയാലും, ഞങ്ങൾ പാർക്കുന്ന ദേശം എത്ര വിഗ്രഹ ആരാധന കൊണ്ട് നിറഞ്ഞിരുന്നാലും, ഞങ്ങൾ ഈ ജീവനുള്ള ദൈവത്തെ സേവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതിനെത്ര ഒറ്റപ്പെടേണ്ട വന്നാലും, ലോത്ത് വിട്ടുമാറിപ്പോണ്ട വന്നാലും, ഞാനും സാറയും അവശേഷിച്ചാലും, ആയുസ്സുള്ള കാലത്തോളം സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമാണെങ്കിലും ദൈവത്തിനു വേണ്ടി നിൽക്കണമെന്നുള്ള അബ്രഹാമിന്റെയും സാറയുടെയും തീരുമാനത്തെ അടിവരയിട്ട് ഉറപ്പിക്കുവാൻ വേണ്ടിയാണ് 18-ാം അധ്യായത്തിൽ ആ സംഭവം നടക്കുന്നതും. അതെ, 18-ാം അധ്യായത്തിൽ വീണ്ടും ദൈവം അബ്രഹാമിനോട് ചെയ്യുവാൻ പോകുന്ന പ്രവൃത്തിയെക്കുറിച്ച് അറിയിക്കുമ്പോൾ ഒരു കാര്യം കൂടെ അവിടെ വെളിപ്പെട്ടു, തന്റെ ഹൃദയത്തിലുള്ള സഹോദര സ്നേഹത്തിന് ഒരു മങ്ങലും വെച്ചിട്ടു. എന്റെ പ്രിയരെ, ജീവിതത്തിന്റെ വ്യത്യസ്തമായ അനുഭവങ്ങൾ സംഭവങ്ങൾ ദൈവം അനുവദിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും അതിന്റെ കാരണങ്ങൾ അറിയില്ല. എന്താ ഒരു കാര്യം ഓർത്തണം, സ്ഥായിയായ ഒരു സ്വഭാവ ഗുണവും നമുക്കുണ്ടെങ്കിൽ വ്യത്യസ്തമായ സംഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഭയക്കേണ്ട കാര്യം ഇല്ല. ആളറിഞ്ഞ്, ഈ വരുന്ന ആൾ ഇന്നയാളാ, അവർക്ക് പ്രധാന ഇരിപ്പിടം കൊടുക്കുന്നു, ഈ വരുന്ന ആൾ ഇന്നയാളാ, അവർക്ക് ഏറ്റവും മെച്ചമായ പാത്രത്തിൽ കൊടുക്കുന്നു, ഈ വരുന്ന ആൾ ഇന്നയാളാണ്, അവർക്ക് ഏറ്റവും എന്ന് വെച്ചാൽ ആളറിഞ്ഞ് പെരുമാറുന്നവർ ഭയപ്പെടണം. പക്ഷെ സ്ഥായിയായ സ്വഭാവമുള്ളവന് വ്യത്യസ്തമായ സംഭവങ്ങളെ ഭയപ്പെടേണ്ട കാര്യം ഇല്ല. കാരണം അവൻ സ്ഥിരമായൊരു ആത്മാവുണ്ട്, സ്ഥിരമായൊരു സ്വഭാവമുണ്ട്. മനുഷ്യനെ മുഖവിലേക്കെടുത്ത് അവന്റെ സമ്പത്തും അവന്റെ ആൾബലവും നോക്കിയിട്ട് മറ്റുള്ളവരെ മാനിക്കുന്നവർ ഭയപ്പെടണം. കാരണം അവർ ദൈവത്തിന്റെ പരീക്ഷയിൽ തോറ്റുപോകും. പക്ഷെ ആരെയും സ്വീകരിപ്പാൻ, സ്നേഹിപ്പാൻ, കരുതുവാൻ, മനുഷ്യന്റെ വലിപ്പ ചെറുപ്പം നോക്കാതെ ആദരിപ്പാൻ ഹൃദയമുള്ളവന് ആരതിഥിയായി വന്നാൽ എന്താ പ്രശ്നം? കാരണം അവന് സ്ഥായിയായ ഒരു സ്വഭാവമുണ്ട്. അവൻ പ്രസാദിപ്പിക്കുന്ന ദൈവത്തെയാ, മനുഷ്യരെയല്ല. അവർക്ക് ദൈവം അനുവദിക്കുന്ന സംഭവങ്ങൾ, പരീക്ഷകൾ അവരുടെ അനുഗ്രഹത്തിന് കാരണമാവും, അവരുടെ ജീവിതത്തിൽ വാഗ്ദത്ത നിവർത്തികൾക്ക് കാരണമാവും, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ദൈവിക പ്രസാദത്തിന് കാരണമാവും. അങ്ങനെ അബ്രഹാം, അതെ, ഈ ഒരു സംഭവം യഹോവയായ ദൈവം പറയുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അബ്രഹാം ഈ ഒരു ഉച്ചഭക്ഷണത്തിന് ശേഷം ഈ അയച്ച പുരുഷന്മാർ സോദോമിലേക്ക് പോകുമ്പോൾ ദൈവ സാന്നിധ്യത്തിൽ അബ്രഹാം നിൽക്കുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിനകത്തെ ചിന്ത എന്നറിയാമോ? എനിക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ അബ്രഹാമോട് മറച്ചു വെക്കാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യങ്ങളെ അറിയിക്കുമ്പോൾ അവിടെയും അബ്രഹാം ആ ശോധന ചെയ്യപ്പെടുന്നുണ്ട്. ഏത് കാരണം അറിയാവോ? ആ പട്ടണം നശിപ്പിക്കുമെന്ന് പറയുമ്പോൾ അബ്രഹാമിന്റെ ഉള്ളിൽ ലോത്തിനോട് എന്തെങ്കിലും പകയോ വൈരാഗ്യോ ഉണ്ടായിരുന്നെങ്കിൽ ഈ 23 മുതൽ 33 വാക്യങ്ങൾ ഒരിക്കലും ഉണ്ടാകത്തില്ല. അബ്രഹാം പറഞ്ഞേനെ, അവൻ ചെയ്തതിന് അവൻ പ്രാപിക്കും, അവന്റെ തെറ്റായ തീരുമാനം അവന്റെ നാശത്തിന്റെ കാരണമാണെന്ന് പറഞ്ഞേനെ. പക്ഷെ അബ്രഹാമിന്റെ ഹൃദയത്തിനകത്തുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ പ്രതിഫലനം വീണ്ടും ഇവിടെ വെളിപ്പെടുന്നു. അബ്രഹാം മാറിയും കേറിയും ക്ഷമ ചോദിച്ചു, വീണ്ടും ദൈവം ശാസിക്കുമെന്ന് ഭയപ്പെട്ടുമൊക്കെ തന്റെയും സാറായുടെയും കാര്യങ്ങളെ ചോദിക്കുന്ന. പിന്നെയോ ലോത്തിന് രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം. അങ്ങനെ വിഭാഗങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ദൈവത്തോടുള്ള ബന്ധത്തിലും സഹോദരനോടുള്ള ബന്ധത്തിലും അബ്രഹാം നിഷ്കളങ്കനായി വെളിപ്പെടുന്നു. തന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി, തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി, തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി, തന്റെ അഭിമാനത്തിനു വേണ്ടി, തന്റെ ഉയർച്ചകൾക്ക് വേണ്ടി ഇവയൊന്നും ഉപയോഗിക്കാതെ തന്നെയും തനിക്കുള്ളതിനെയും ദൈവത്തിന് ഒരു നിർമ്മല മനസാക്ഷിയോടെ, നിസ്വാർത്ഥ ഹൃദയത്തോടെ, നിർവ്യാജ സ്നേഹത്തോടെ വിട്ടുകൊടുക്കാൻ കഴിയുന്ന ഒരു ഭക്തൻ ഇവിടെ വെളിപ്പെടുകയാണ്. അത് നമുക്ക് വലിയൊരു മാതൃകയായിരിക്കട്ടെ. നാം അല്ല പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടി കരുതി വെക്കുന്നത്, നാം ഇന്നത് ചെയ്താൽ, അവരെ ഇങ്ങനെ സൽക്കരിച്ചാൽ, അവർക്ക് ഇന്നത് കൊടുത്താൽ, ഇപ്പൊ അവരെ താങ്ങിയാൽ നാളെ അവർ നമ്മളെ താങ്ങും എന്നുള്ള ചിന്താഗതിയുടെ അല്ല ദൈവസ്നേഹവും സഹോദര സ്നേഹവും അതേ അടിസ്ഥാനമായിരിക്കുന്ന, മറിച്ച് അത് നിസ്വാർത്ഥമായിരിക്കണം, നിർവ്യാജമായിരിക്കും. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ആ 2 ദൂതന്മാർ വൈകുന്നേരത്തെ സൊദോമിലെത്തി. അങ്ങനെ
അബ്രഹാമിന്റെ ഭവനത്തിൽ എത്തിച്ചേർന്നവരിൽ 2 ദൂതന്മാർ. അങ്ങനെയാണ് അവിടെ പറയുന്നത്. ആ പുരുഷന്മാർ അവിടെ നിന്ന് സൊദോമിലേക്ക് പോകുമ്പോൾ ദൈവത്തിന്റെ സിരിസാന്നിധ്യം അവിടെ വെളിപ്പെടും. ദൈവം തന്നെ അവിടെ ഇറങ്ങി വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ആ ദൈവിക ദൂതൻ, ദൈവത്തിന്റെ ആ സാന്നിധ്യം അബ്രഹാം അനുഭവിച്ചു. നിർജീവത്വം ഗ്രഹിച്ച ആ പ്രിയപ്പെട്ടവർ സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ദൈവസന്നിധി നിൽക്കുമ്പോൾ ഈ 2 ദൂതന്മാർ വൈകുന്നേരത്തെ സൊദോമിലെത്തി. ഉച്ചയ്ക്ക് കനാനിൽ എബ്രോനിൽ അബ്രഹാമിന്റെ കൂടെയായിരുന്ന പ്രിയപ്പെട്ട അതെ ഈ ദൂതന്മാർ ഇവരെവിടെ എത്തുകയാണ്? സൊദോമിലെത്തുകയാണ്. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞല്ലോ, ആ 2 മിഷനാണ് അവരെ പരമേൽപ്പിച്ചിരുന്നത്. ഒന്ന്, അബ്രഹാമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചുകൊണ്ട് അവരുടെ വാഗ്ദത്ത നിവർത്തിക്ക് സമാപ്തി വരുത്തുവാൻ സമയമായി. അതെ, സാറയോട് അത് പറയാൻ സമയമായി. അവരുടെ ശുശ്രൂഷ ഏറ്റുകൊണ്ട് അവരെ അനുഗ്രഹിക്കുവാനും. അതേ പുരുഷന്മാർക്ക് എന്ത് ദൗത്യമാണ് കൊടുത്തിരിക്കുന്നത്? സൊദോമിന്റെ പാപം അതികഠിനമായിരിക്കുന്നുകൊണ്ട് അതിനെ നിർമൂലമാക്കുവാൻ, അറ്റർലി ഡിസ്ട്രോയ് ചെയ്യുവാനുള്ള ആ മിഷനുമായിട്ടാണ് അവര് കടന്നു വന്നിരിക്കുന്നത്. അങ്ങനെ അവർ സൊദോമിലെത്തി. സൊദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞാഴ്ച പറഞ്ഞല്ലോ, ലോത്തും അതിസൽക്കാരപ്രിയനാണ്. അതിവിടെ തെളിയുന്നുണ്ട്. അത് ഞാൻ കഴിഞ്ഞാഴ്ച ഒന്ന് ഓർപ്പിച്ചു. ലോത്ത് സൊദോം പട്ടണവാതിക്കൽ ഇരിക്കുകയായിരുന്നു. അവരെ കണ്ടിട്ട് ലോത്ത് എഴുന്നേറ്റ് എതിരേറ്റ് ചെന്ന് നിലം വരെ കുനിഞ്ഞ് നമസ്കരിച്ചു. യജമാനന്മാരെ, അടിയന്റെ വീട്ടിൽ വന്ന് നിങ്ങളുടെ കാലുകളെ കഴുകി രാപ്പാർപ്പീൻ. കാലത്ത് എഴുന്നേറ്റ് നിങ്ങളുടെ വഴിക്ക് പോവുകയും ആകാം എന്ന് പറഞ്ഞതിന്. അപ്പം ആ 2 ദൂതന്മാർ എവിടെ എത്തി? സൊദോമിലെത്തി. വ്യത്യാസമുണ്ട്. ലോത്ത് എവിടെ ആയിരിക്കുന്നത്? പട്ടണവാതിക്കൽ. അബ്രഹാം എവിടെ ആയിരിക്കുന്നത്? കൂടാരവാതിക്കൽ. ലോത്ത് ഇരിക്കുന്ന എവിടെയാ? പട്ടണത്തിന്റെ വാതിക്കൽ. അബ്രഹാം ഇരിക്കുന്ന എവിടെയാ? തന്റെ കൂടാരത്തിന്റെ വാതിൽ. നമുക്കറിയാലോ അങ്ങനെയുള്ളവരെ. പട്ടണവാതിക്കൽ ഇരിക്കുന്നവരെ അറിയാം, കൂടാരവാതിക്കൽ ഇരിക്കുന്നവരെ അറിയാം. ലോത്ത് പട്ടണവാതിക്കൽ ഇരിക്കുന്ന മനുഷ്യനായിരുന്നു. പട്ടണത്തിന്റെ പ്രധാന കവാടത്തിൽ ഇരിക്കുമ്പോഴാണ് ഈ ദൂതന്മാർ അവിടെ എത്തുന്നത്. ഇവരെ കണ്ടപ്പോൾ അബ്രഹാം ലോത്തിന് മനസ്സിലായി, ഇവർ അപരിചിതരാണ്, ഇവരിവിടെ പാർക്കുന്നവരല്ല. അപ്പൊ അവർക്ക് എന്ത് കൊടുക്കണം? ആതിഥേയത്വം കൊടുക്കണം. അവരെ വിളിച്ചു. അവരാദ്യം തിരസ്കരിച്ചു. അല്ല, ഞങ്ങൾ വീതിയിൽ തന്നെ രാപ്പാർക്കുമെന്ന് അവർ പറഞ്ഞു. അവരെ ഏറ്റവും നിർബന്ധിച്ച്, ഞാൻ പറഞ്ഞല്ലോ അന്നത്തെ കാലത്ത് ഫെസിലിറ്റീസ് കുറവാണ്. അതുകൊണ്ടാണ് അതിഥികളെ, പരദേശികളെ ഏറ്റവും കൂടുതൽ കൈക്കൊള്ളുന്നത്. അപ്പോൾ അവർ അവന്റെ അടുക്കൽ തിരിഞ്ഞ് അവന്റെ വീട്ടിൽ ചെന്നു. അവനവർക്ക് വിരുന്നൊരുക്കി. ലോത്ത് വിരുന്നൊരുക്കി. പുളിപ്പില്ലാത്ത അപ്പം ചുട്ടു. അവർ ഭക്ഷണം കഴിച്ചു. വിരുന്നൊരുക്കി. ലോർഡ് prepared a feast for them. ഇത് വായിച്ചപ്പോ നോക്കിയ ലോത്ത് അതിസൽക്കാരപ്രിയനായിരുന്നു. പരദേശികളെ കൈക്കൊള്ളാൻ മനസ്സുണ്ടായിരുന്നു. പട്ടണവാതിക്കൽ ഇരുന്നെങ്കിലും പാപത്തിലേക്ക് നീങ്ങിയില്ല. ലോത്തിന്റെ ക്വാളിറ്റീസാ. പക്ഷേ സൊദോമ്യരുടെ പാപത്തിന് പങ്കാളിയായില്ല. പരദേശികളെ കൈക്കൊള്ളാൻ മനസ്സുണ്ടായിരുന്നു. അതിഥികളെ രാത്രിയിൽ പോലും ഭവനത്തിൽ സ്വീകരിച്ച് അവർക്ക് വിരുന്നൊരുക്കാൻ മനസ്സുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ ഒത്തിരി ലേറ്റായി പോയിരുന്നു. ലോത്ത് എപ്പോഴാ? ലോത്തിന്റെ ജീവിതത്തിൽ ഈ അതിഥികളെ, ഈ ദൈവിക ദൂതന്മാരെ താൻ സ്വീകരിക്കുമ്പോൾ താൻ അറിയുന്നില്ല എന്ത് മിഷനുമായിട്ട് വന്നിരിക്കുന്ന, ദൈവത്തിന്റെ ഏത് ഓർഡർ സ്വീകരിച്ച, ഏത് ആജ്ഞ സ്വീകരിച്ച് വന്നിരിക്കുന്നവരാന്ന് അറിയുന്നില്ല. താൻ പാർക്കുന്ന, താൻ പച്ചപ്പ് കണ്ടെത്തിയ, താൻ എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആണെന്ന് കണ്ട ലാൻഡിന്റെ ഡിസ്ട്രക്ഷൻ ഓർഡറുമായി അറ്റർലി നിർമൂലമായി നശിപ്പിക്കാനുള്ള ദൈവത്തിന്റെ കൽപ്പനയുമായി വന്നിരിക്കുന്നവരെയാ താൻ അവരുടെ ആതിഥ്യത്വം വഹിച്ചത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, പാപം പെരുകുമ്പോഴും തന്റെ മനസ്സിൽ ദേശത്തിന്റെ പച്ചപ്പാ പോയത്. ആ ദേശത്ത് പാർത്തുകൊണ്ട് തന്നെ
തന്റെ കുടുംബത്തിന്റെയും മൃഗസമ്പത്തിന്റെയും ആടുമാടുകളുടെയും ദാസിദാസന്മാരുടെയും താൻ അത്ര സമ്പത്തുള്ളതുകൊണ്ടാണല്ലോ ഇവർ വേർപിരിഞ്ഞത്. അതിന്റെ നിലനിൽപ്പാണ് ലോത്ത് നോക്കിയത്, വിശ്വാസത്തിന്റെ യാത്രയല്ല നോക്കിയത്. താനും തന്റെ കുടുംബവും ദൈവത്തിന് സ്വതോമിൽ ഒരു യാഗപീഠം ഉണ്ടാക്കി, ദൈവത്തിന് യഹോവയുടെ നാമത്തിൽ ഒരു ആരാധന കഴിച്ചായി നമ്മൾ എങ്ങും കാണുന്നില്ല. ലോത്ത് തന്നെയും തനിക്കുള്ളവരെയും സംരക്ഷിപ്പാൻ വേണ്ടി അവരുടെ ഭാവിയെ മുമ്പിൽ കണ്ടുകൊണ്ടാണ് ഏറ്റവും ഉത്തമമായ ഫലപുഷ്ടമായ ഒരു ദേശം തെരഞ്ഞെടുത്തത്. അബ്രഹാം അങ്ങനെയല്ലായിരുന്നു. അബ്രഹാമിന്റെ മുൻപിൽ താനും തനിക്കുള്ളവരുമല്ല ഇന്ന് പിന്നെയോ ദൈവം ശില്പിയായി നിർമ്മിച്ചതും ദൈവം അടിസ്ഥാനമിട്ടൊരു നഗരമായിരുന്നു അബ്രഹാമിന്റെ യാത്രയുടെ ആത്യന്തിക ലക്ഷ്യം. അങ്ങനെ ലക്ഷ്യം വെച്ചവനെ ദൈവം പരിപാലിച്ചു. എന്നാൽ ആ ലക്ഷ്യമില്ലാതെ, എന്നാൽ പാപത്തിൽ അകപ്പെടുന്നുണ്ടോ? ഇല്ല. സൊദോമ്യരുടെ പാപത്തിൽ പങ്കാളിയാകുന്നില്ല ലോത്ത്. പക്ഷെ ലോത്ത് എവിടെ കാണും? പട്ടണവാതുക്കൾ കാണും. ലോത്ത് അതിഥേയത്വം ഹോസ്റ്റ് ചെയ്യുക. അവരെ വിളിച്ചു, പക്ഷെ താൻ അറിയുന്നില്ല. അബ്രഹാമിന്റെ കാര്യത്തിലോ ദൈവം പറയാണ്, എനിക്ക് അബ്രഹാമിനോട് മറച്ചു വെക്കാൻ കഴിയത്തില്ല. അബ്രഹാമിന് കാര്യം മനസ്സിലായി, ഏത് സമയത്തും സ്വതവും നശിക്കും. അബ്രഹാമിന്റെ മനസ്സിൽ ഒരു കാര്യം അറിയാം, സ്വതവും നശിക്കുന്ന അവസ്ഥയിൽ ആകെ ഒറ്റ മാർഗമേ ഉള്ളൂ, ദൈവത്തിന്റെ മുൻപിൽ വെക്കുവാൻ ഒരു കണ്ടീഷനേ ഉള്ളൂ. നീതിമാന്മാർ അവശേഷിക്കുന്നെങ്കിൽ ദൈവത്തിന് കരുണ തോന്നും. അത് 10 നീതിമാന്മാരെങ്കിലും എന്ന് പറഞ്ഞാണ് അബ്രഹാം സംഭാഷണം അവസാനിപ്പിച്ചത്. അങ്ങനെ ലോത്ത് അതിശ്രേഷ്ഠമായൊരു വിരുന്നൊരുക്കി. പരദേശികളായി വരുന്ന, അല്ലെങ്കിൽ സ്ട്രേഞ്ചേഴ്സ് എന്ന് അവർക്ക് തോന്നുന്നവരെ വീട്ടിൽ വിളിച്ച് സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. പക്ഷേ തുടർന്ന് 4-ാം വാക്യം തൊട്ട് നമുക്ക് ചിന്തിക്കാനും പരസ്യമായി വായിക്കാനും പോലും കഴിയാത്ത സംഭവങ്ങളാണ് നടക്കുന്നത്. ദൈവവചനം ഈ 19-ാം അധ്യായം ഒരു പ്രത്യേകമായി, ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം വിശ്വാസ ജീവിതത്തിന്റെ ആരംഭകാലത്തിൽ ഞാൻ വായിച്ച് അസ്വസ്ഥയായിട്ടുണ്ട്. പ്രത്യേകിച്ച് 19-ാം അധ്യായത്തിന്റെ 30 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ ഞാൻ വല്ലാതെ അസ്വസ്ഥയായിപ്പോയി. അയ്യോ, ബൈബിളില് ഇങ്ങനൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ബൈബിളിൽ ഇങ്ങനെ എഴുതി വെക്കാമോ എന്ന് ചിന്തിച്ചു പോയ വേദഭാഗങ്ങൾ അടങ്ങിയ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം. എന്നാൽ ബൈബിളിന്റെ ഏറ്റവും വലിയ ആധികാരികത, ഏറ്റവും വലിയ ട്രസ്റ്റ് വർത്തി, നമുക്ക് വിശ്വാസയോഗ്യതയത് ആ അധപ്പതനത്തിന്റെയും ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാതെ, പാപികളുടെ വഴിയിൽ നിൽക്കാതെ, പരിഹാസങ്ങളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കാതെ, ദൈവത്തിന്റെ വചനത്തിൽ സന്തോഷിച്ച് ജീവിക്കുവാൻ ദൈവം കണ്ടൊരു മനുഷ്യൻ അപ്രകാരം ജീവിക്കാതെ മറ്റു പാർക്കാൻ പാടില്ലാത്തൊരിടത്തേക്ക് തന്റെ ഭാവിയെ ലക്ഷ്യമാക്കി പോയപ്പോൾ അതിന്റെ അവസാന ഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ വേദപുസ്തകം മറച്ചു വെച്ചില്ല. ഒരുപക്ഷെ വായനക്കാരന് അത് ഖേദമുളവാക്കിയാലും ലജ്ജ ഉളവാക്കിയാലും വല്ലാത്തൊരു ധാർമ്മിക അധപ്പതനത്തിന്റെ വേദന ഉളവാക്കിയാലും വേദപുസ്തകം എന്ന് നാം വിളിക്കുന്ന സത്യവചനം ആ ഭാഗം മറച്ചു വെച്ചില്ല എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ പ്രേരണയിൽ എഴുതിയ തിരുവെഴുത്തുകൾ, ഈ സത്യവചനം എത്ര ശ്രേഷ്ഠമാണ്. അതിനകത്ത് നമ്മൾ അധാർമികത കാണുമ്പോൾ നമ്മുടെ നെറ്റി ചുളിയും. പക്ഷെ ഒരു സത്യമോർത്തോണം, ദൈവം അത് എഴുതുന്നതിന്റെ പിന്നിലും ദൈവത്തിനൊരു ഉദ്ദേശം. ഇങ്ങനൊരു അധപ്പതനത്തിലേക്ക് വരേണ്ട ഒരു മനുഷ്യനല്ലിത്. ഇങ്ങനൊരു അന്ത്യമല്ല, ഇങ്ങനൊരു ജീവിതമല്ല മനുഷ്യൻ ഉണ്ടാകേണ്ടത്. ദൈവം അവസരങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തു. താൻ അവിടെ വന്ന് പാർക്കാൻ തുടങ്ങിയപ്പോൾ താൻ തീർച്ചയായും അറിഞ്ഞിട്ടുണ്ടല്ലോ അവരുടെ സ്വഭാവം. ഇത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്നതല്ലോ, ഇത് കാലങ്ങൾ എടുത്ത് സംഭവിക്കുന്നതാ. ഇന്ന് രാത്രി ദൈവമക്കൾ കേട്ടോണം,
മാറി മാറി ദൈവം സംസാരിക്കുകയും ദൈവത്തിന്റെ ആലോചനയാൽ നമ്മളെ ബുദ്ധി ഉപദേശിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കംഫോർട്ട് സോൺ നോക്കരുത്. നാം നമ്മുടെ സുരക്ഷിത മേഖലയ്ക്കായി നാം വല്ലാതെ വാശി പിടിക്കുമ്പോൾ, നാം അവിടെ തന്നെ വേരൂന്നാൻ ശ്രമിക്കുമ്പോൾ ഓർത്തോണം, നാം പോലും അറിയത്തില്ല വേരോടെ പിഴുതെറിയുന്നത്. എന്നാൽ നമ്മുടെ കംഫോർട്ട് സോണിനേക്കാൾ അപ്പുറം, സുരക്ഷിത മേഖലകളെക്കാൾ അപ്പുറം ദൈവം ഒരുക്കുന്ന അല്പം അസ്വസ്ഥതയുള്ള സ്ഥലമാണെങ്കിലും, അല്ല മനുഷ്യരുടെ മുമ്പിൽ അത് വലിയ പച്ചപ്പില്ലെങ്കിലും ഓർത്തോണം, ദൈവത്താൽ നയിക്കപ്പെടുകയും ദൈവത്താൽ അനുവദിക്കപ്പെടുന്നിടത്തും ആയിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത്. ഇന്നത്തെ സുഖങ്ങളും ഇന്നത്തെ പച്ചപ്പും ഇന്നത്തെ ഫ്രൂട്ട്ഫുൾനെസ്സും ഒക്കെ നാളെ ഉണ്ടാകണമെന്നില്ല. പക്ഷെ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ഭക്തനറിയാം, കാരണം അവനെ സംബന്ധിച്ച് ദേശം എത്ര പച്ചപ്പുള്ളതാണെന്നോ, എത്ര വെള്ളമുള്ളതാണെന്നോ എന്നുള്ളതല്ല അവന്റെ ആശ്രയം. അത് ഉണ്ടാകാം, മാറാം, ക്ഷാമം വരാം, വെള്ളം കുറയാം, കൂടാം, പട്ടിണി ഉണ്ടാകാം, ധാന്യം വിളയാം, 100% 100 മേനി വിളയാം, ചിലപ്പോൾ വിളവ് കിട്ടാതാകാം. പക്ഷെ അത് മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കത്തില്ല. കാരണം അവൻ ഡയറക്ട്ലി ഈ മെറ്റീരിയൽ കാര്യമായി കണക്റ്റഡ് അല്ല, അവൻ ഡയറക്ട്ലി ദൈവവുമായ കണക്റ്റഡ്. സർവശക്തനായ ദൈവവുമായി നേരിട്ട് ബന്ധമുള്ളവൻ അവന്റെ ജീവിതത്തില് അത്തിവൃക്ഷം തളിർത്താലും തളിർത്തില്ലെങ്കിലും, ഗോശാലകൾ കന്നുകാലി ഉണ്ടായെങ്കിലും ഇല്ലെങ്കിലും, ഒലൂമരങ്ങൾ ഫലം തന്നാലും നിഷ്ഫലമായാലും, ആട്ടിൻകൂട്ടങ്ങൾ തൊഴുത്തിൽ മേധസ്സോടെ നിന്നാലും നശിച്ചു പോയാലും, അവൻ വിളിച്ചു പറയും, ഇതൊന്നും എന്നെ ബാധിക്കത്തില്ല, ഞാൻ എന്റെ യഹോവയിൽ ആനന്ദിക്കും, കാരണം എനിക്ക് ബന്ധം ദൈവവുമായിട്ടാണ്. ഒരു ദിവസത്തെ നഷ്ടം കൊണ്ട് ദൈവത്തിന്റെ ഭക്തൻ തീരത്തുമില്ല, ഒരു ദിവസത്തെ ലാഭം കൊണ്ട് അവൻ വലിയവനാകുന്നുമില്ല. കാരണം അവന്റെ ലാഭവും നഷ്ടത്തോടല്ല അവൻ കണക്റ്റഡ് ആയിരിക്കുന്നത്, അവന്റെ സർവശക്തനായ ദൈവത്തോടാണ് കണക്റ്റഡ് ആയിരിക്കുന്നത്. അതുകൊണ്ട് അവൻ നഷ്ടങ്ങളെയും കൊണ്ടാടും, ലാഭങ്ങളിൽ അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കും, നഷ്ടങ്ങളിലും മഹത്വം കൊടുക്കും. അതുകൊണ്ട് ആദിമ ഭക്തന്മാർ പാടിയത്, നഷ്ടങ്ങളും കൊണ്ടാടുവാൻ ഞങ്ങളേക്ക് കൃപ തരണേ. അപ്പോൾ അവൻ അതിന് സാത്താനെ കുറ്റം പറയത്തില്ല, പിശാച് ബന്ധിച്ചതാ എന്ന് പറയത്തില്ല. വിളവ് ധാരാളമായി കിട്ടുമ്പോൾ ദൈവത്തിന് മഹത്വവും, വിളവുകൾക്ക് കുറവ് സംഭവിക്കുമ്പോൾ പിശാചാന്ന് പറയത്തില്ല. അവൻ അറിയാം, ഇതിന്റെ എല്ലാ പൂർണ്ണ നിയന്ത്രണം ദൈവത്തിന്റെ കയ്യിലാ, എനിക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്നെ നിയന്ത്രിക്കുന്നത് ദൈവമാണ്. അങ്ങനെ 19:4 വരുമ്പോൾ, അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സൊദോം പട്ടണത്തിലെ പുരുഷന്മാർ, ഇവിടെയാണ് ഈ സൊദോമ്യ പാപം എന്ന് പറയുമ്പോൾ, നേരത്തെ ഞാൻ എനിക്കത് നമ്മളോട് ആരും സംസാരിക്കുമ്പോൾ ചിലരൊക്കെ പറയും, പാസ്റ്റേഴ്സ് ഒക്കെ പറയാറുണ്ട്, അത് സൊദോമ്യ പാപമാ. നിങ്ങൾക്ക് അറിയാവോ സൊദോമ്യ പാപം എന്താണ്? സൊദോമ്യ പാപം എന്ന് ഒരാൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അതാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവർ ഉറങ്ങുവാൻ പോകും മുൻപേ സൊദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും, കേട്ടോണേ, സൊദോമി നമ്മൾ ചിന്തിക്കും, ദൈവം ഈ തീയും ഗന്ധകവും അയച്ച് ഈ പട്ടണത്തെ നശിപ്പിക്കുന്നതാണല്ലോ 19 അധ്യായം. ഈ പട്ടണത്തിന്റെ യഥാർത്ഥ അവസ്ഥ നമ്മൾ അറിയണമല്ലോ. അവർ ഉറങ്ങുവാൻ പോകും മുൻപേ ലോത്തിന്റെ വീട്ടിലെ അതിഥികൾ, ദൂതന്മാർ അവിടെ പാർക്കുക. അവര് പറഞ്ഞ വീതിയിൽ പാർത്തോളാവുന്ന. ലോത്ത് പറഞ്ഞ പറ്റത്തില്ല, വരണം. ലോത്ത് വിരുന്നൊക്കെ ഒരുക്കി. അവർ ഉറങ്ങുവാൻ പോകും മുമ്പേ സൊദോം പട്ടണത്തിലെ പുരുഷന്മാർ സകല ഭാഗത്തു നിന്നും ആബാല വൃദ്ധം എല്ലാവരും വന്ന് വീട് വളഞ്ഞു. അവർ ലോത്തിനെ വിളിച്ചു, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ എന്ന് അവനോട് പറഞ്ഞു. ഇതാണ് സൊദോമ്യ പാപം. പുരുഷന്മാർ വന്ന് പുരുഷന്മാരെ ചോദിക്കുന്നു. നശിപ്പിക്കാനുള്ള കാരണത്തിലെ പ്രധാന കാരണം
Where are the men who came to spend the night with you? എവിടെയാന്ന് ചോദിച്ചു. Bring them out to us. എന്തോ ഭോഗിക്കുക. So we can have sex with them. ബൈബിളിൽ എഴുതിയേക്കുക. ഇതാണ് സൊദോമ്യ പാപം എന്ന് ആരെങ്കിലും പറയുമ്പോൾ അതിഥികൾ വന്നപ്പോൾ, സ്ട്രേഞ്ചേഴ്സ് വന്നപ്പോൾ, വന്നെന്ന വാർത്ത പട്ടണത്തിൽ അറിഞ്ഞപ്പോൾ ആ പട്ടണത്തിലെ പുരുഷന്മാർ എല്ലാം കൂടെ ചിന്തിച്ചു നോക്കിയ എന്റെ പ്രിയരെ. അപ്പം ലോത്ത് താമസിക്കുന്ന പട്ടണത്തിന്റെ അവസ്ഥ എന്താണുള്ളത്? അതിന്റെ റിയാലിറ്റി ഒന്ന് നമുക്ക് ചിന്തിക്കാൻ കൂടെ പറ്റത്തില്ലത്. ലോത്ത് വാതുക്കൽ അവരുടെ അടുക്കൽ പുറത്ത് ചെന്ന്, ലോത്ത് എക്സ്ട്രീമിലി അതോടെ അതിഥിപ്രിയന. അതിഥികളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ എന്ത് നഷ്ടപ്പെടുത്താൻ തയ്യാറുള്ളവനാന്ന് ഇവിടെ മനസ്സിലാക്കുക. ലോത്ത് വാതുക്കൽ അവരുടെ അടുക്കൽ പുറത്ത് ചെന്ന് കഥകൾ അടച്ചു വെച്ച്, അതായത് അവരുടെ അടുക്കൽ ചെന്നു കഥ ഇവിടുന്ന് അടച്ചിട്ട് കഥയുടെ മുന്നിൽ നിന്നുകൊണ്ട്, സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. അടുത്തത് വായിക്കാൻ സങ്കടം തോന്നും. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്, അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തുകൊള്ളുവീൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേ. പുരുഷന്മാർ സേഫ് അല്ലാത്ത ഒരു നാട്. നമ്മുടെയൊക്കെ നാട്ടിൽ എന്തോ സ്ത്രീകളാണ് വീട്ടിനകത്ത് വന്നിരിക്കുന്ന അതിഥികളെ വീട് തള്ളി തുറന്ന് അവരെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു നാട്. ഇതിനായിട്ടല്ലോ അവർ എന്റെ വീട്ടിന്റെ നിഴലിൽ വന്നതെന്ന് പറഞ്ഞു. മാറി നിൽക്ക എന്നവർ പറഞ്ഞു. എന്നിട്ട് അവരുടെ വാക്ക് കേട്ടോണേ, 9-ാം വാക്യം. ഇവൻ ഒരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു. ലോത്തിനോടുള്ളവരുടെ പുച്ഛ മനോഭാവം. ലോത്തിനെ പറയാണേ, എന്നുവെച്ചാ ലോത്ത് പറഞ്ഞില്ലേ, മാറി നിൽക്ക്, ഞാൻ വിട്ടുതരത്തില്ല. വലിയ ഹംബിൾ റിക്വസ്റ്റിലൊക്കെയാ ചോദിക്കുന്നേ. പക്ഷെ അവരുടെ മറുപടി കേട്ടോണേ, ഇവൻ ഒരുത്തൻ പരദേശിയായി വന്നു പാർക്കുന്നു. ഞങ്ങൾ അവരോട് ഭാവിച്ചതിലധികം നിന്നോട് ദോഷം ചെയ്യുമെന്ന് അവർ പറഞ്ഞ് ലോത്തിനെ ഏറ്റവും തിക്കി വാതിൽ പൊളിപ്പാൻ അടുത്തു. അപ്പോൾ ആ പുരുഷന്മാർ കൈ പുറത്തോട്ട് നീട്ടി ലോത്തിനെ തങ്ങളുടെ അടുക്കൽ അകത്ത് കയറ്റി വാതിലടച്ചു. വാതുക്കൽ ഉണ്ടായിരുന്ന പുരുഷന്മാർക്ക് ആബാലവൃദ്ധം അന്ധത പിടിപ്പിച്ചു. അതുകൊണ്ട് അവർ വാതിൽ തപ്പി നടന്ന് വിഷമിച്ചു. ആ പുരുഷന്മാർ ലോത്തിനോട്, ആ 11-ാം വാക്യം വരെ നമ്മൾ വായിക്കുമ്പോൾ ദൂതന്മാർ അവിടെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവിടെ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്യുന്നു. ഈ അധികം ശ്രേഷ്ഠമുള്ള നാടിനെ നോക്കിക്കൊണ്ട് പോയ ലോത്തിനോട് ദേശവാസികളുടെ പെരുമാറ്റവും പട്ടണവാദിക്കൽ സ്ഥിരമായി ഇരിപ്പിടം കണ്ടെത്തിയ ലോത്തിനോടുള്ള ഇവരുടെ പെരുമാറ്റവും ഒരു വാക്യം നമുക്ക് വായിക്കാം. കനാന്യർ, ഹിത്യർക്ക്, അബ്രഹാമിനോടുള്ള പെരുമാറ്റവും. ഉൽപ്പത്തി പുസ്തകം 23-ാം അധ്യായം 5-ാം വാക്യത്തിലാണത് പറയുന്നത്. സാറ മരിച്ചു, സാറയെ അടക്കം ചെയ്യണം. അപ്പൊ ഇവർക്ക് സ്വന്തം പേരിൽ ദേശമില്ല. അപ്പൊ ഒരു ദൈവം വാഗ്ദത്തമായി കൊടുത്തേക്കുവാണ്, അവരുടെ പേരിലല്ലോ ഒന്നും. അപ്പൊ അടക്കത്തിന് സ്ഥലം വേണം. 23-ാം അധ്യായം, ജെനസിസ് ചാപ്റ്റർ 23 വേഴ്സ് 5, 23-ാം അധ്യായം 5-ാം വാക്യം. ഹിത്യർ അബ്രഹാമിനോട്, അബ്രഹാം ചോദിച്ചു, എനിക്ക് എന്റെ ഭാര്യയെ അടക്കം ചെയ്യാൻ. അബ്രഹാം അങ്ങോട്ട് പറയാണ് 4-ാം വാക്യത്തിൽ, ഞാൻ നിങ്ങളുടെ ഇടയിൽ പരദേശിയും വന്നു പാർക്കുന്നവനും ആകുന്നു. ഞാൻ എന്റെ മരിച്ചവളെ കൊണ്ടുപോയി അടക്കേണ്ടതിന് എനിക്ക് നിങ്ങളുടെ ഇടയിൽ ഒരു ശ്മശാന ഭൂമി അവകാശമായി തരുവിനെന്ന് പറഞ്ഞു. ഹിത്യർ അബ്രഹാമിനോട് പറയുന്നത് കേട്ടോണേ, യജമാനനെ കേട്ടാലും നീ ഞങ്ങളുടെ ഇടയിൽ
ദൈവത്തിന്റെ ഒരു പ്രഭുവാകും. ഇത് വായിച്ചപ്പോ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. സ്വയം പരദേശിയായി തന്നെ പരിചയപ്പെടുത്തുക. അബ്രഹാം പറയുക, അപ്പൊ അവര് പറയുകയാണ്, അബ്രഹാം പറഞ്ഞു, ഹിയർ ഐ ആം എ സ്ട്രേഞ്ചർ ആൻഡ് എ ഫോറിനർ എമംഗ് യു. എനിക്ക് ഈ സ്ഥലം കാശിന് വിൽക്കണമെന്നാ പറയുന്നത്. The Hittites replied to Abraham, listen, my Lord. ആ ലോഡ് എന്ന് പറഞ്ഞ സ്മോൾ എൽ, പ്രഭു, ഭൂമിയിലെ പ്രഭുക്കന്മാരെ സംബോധന ഉപയോഗിക്കുന്നതാണ്. യേശു കർത്താവിന് മാത്രമാണ് ക്യാപിറ്റൽ എൽ, മറ്റേ സ്മോൾ എൽ. ലോർഡ്, യു ആർ ആൻ ഓണേർഡ് പ്രിൻസ് among us. നീ ഞങ്ങളിൽ ആദരിക്കപ്പെടുന്ന ഒരു പ്രഭുവാകുന്നു. ഇതിന്റെ ഭാഗത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഞങ്ങൾ നിനക്ക് സ്ഥലം തരാതിരിക്കത്തില്ല. പക്ഷെ അബ്രഹാമിന്റെ പ്രശ്നം സ്ഥലം തന്നാൽ പോരാ, വിലയ്ക്ക് വേണം. തിരിച്ച് 19 അധ്യായത്തിലേക്ക് വരാം. പ്രിയരെ, നമ്മൾ ഐഡന്റിറ്റി ഉണ്ടാക്കുന്നതല്ല നമ്മുടെ ഐഡന്റിറ്റി. നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ ഐഡന്റിറ്റി. ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയമാണ് നമ്മുടെ ഐഡന്റിറ്റി. ദൈവാശ്രയത്തിൽ നമ്മൾ ഒരിടത്ത് ജീവിക്കുന്ന ജീവിത രീതിയിലാണ് നമുക്ക് ഐഡന്റിറ്റി കിട്ടുന്നത്. ദൈവത്തിന്റെ ഒരു പ്രഭുവായി വെളിപ്പെട്ട മനുഷ്യൻ തന്നെ തന്നെ താൻ പരദേശിയായി, സ്ട്രേഞ്ചറായി കണക്കാക്കുമ്പോൾ ദേശനിവാസികൾ പറയുക, നിന്നെ ഞങ്ങൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്നു. ലോത്ത് മുന്നോട്ട് വന്നിട്ട് വളരെ ബഹുമാനത്തോടെ അവരോട് ഒഴിഞ്ഞു പോണം. കാരണം ലോത്തിന്റെ വീട്ടിൽ വന്ന അതിഥികളെ കയ്യേറ്റം ചെയ്ത് അവരെ ഭോഗിക്കത്തക്ക രീതിയിൽ അടുത്തു വന്ന് ഭീഷണിപ്പെടുത്തി അവരെ തട്ടിക്കൊണ്ടു പോകാൻ തക്കവണ്ണം ഒരു ഭയവുമില്ല സോദോമ്യർക്ക്. കാരണം അവർ ആരെയും ബഹുമാനിക്കുന്നവരല്ല, ആദരിക്കുന്നവരല്ല. അവർ പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ രസിക്കുന്നു. അതിനകത്ത് അവർക്ക് പച്ചവെള്ളം പോലെ പാപത്തെ വലിച്ചു കുടിക്കുന്നു പറയുന്ന പോലെ അവർക്ക് പട്ടാപ്പകലും രാത്രിയും ഒരുപോലെയാണ്. എവിടെയാ നാം എസ്റ്റാബ്ലിഷ്ഡ് ആകാൻ ഈ കിടന്ന് വെമ്പൽ കൊള്ളുന്നേ? എവിടോട്ട് മക്കളെ അയച്ച് സെറ്റിൽ ആകാനാ നമ്മൾ ഈ കിടന്ന് വെമ്പൽ കൊള്ളുന്നേ? ദൈവത്തിന്റെ ആലോചനകളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവവചനത്തിന്റെ അടിസ്ഥാനം നിന്നുകൊണ്ട് ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് നാം ആഗ്രഹിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം, അതിനപ്പുറമുള്ള അന്ത്യം എന്നൊരു വാക്ക് പോലുമില്ല അവിടെ, നിത്യതയിലേക്ക് നീളുന്ന ഒരു ജീവിതത്തിന്റെ സുരക്ഷിതത്വം നോക്കിയാണ് ദൈവം തന്നെ മക്കളെ ഓരോരുത്തർക്കും ആക്കി വെക്കുന്നത്. ദൈവത്തിന് തെറ്റുപറ്റത്തില്ല. ദൈവത്തിന് ഒരിക്കലും തെറ്റുപറ്റത്തില്ല. പക്ഷെ അതിന് നമ്മൾ എന്ത് ചെയ്യണം? അനുസരിപ്പാനും ആശ്രയിപ്പാനും ഭക്തന്മാർ തയ്യാറാകണം. അബ്രഹാമിന്റെ ക്വാളിറ്റി അനുസരിപ്പാനും ആശ്രയിപ്പാനും മരണപര്യന്തം തയ്യാറായിരുന്നു. ഏത് സന്തോഷത്തിന്റെ മേൽ ദൈവം കൈവച്ചാലും, ഏത് സ്ഥിരതയുടെ മേൽ ദൈവം കൈവച്ചാലും, ആ സ്ഥിരത പോയാലും വേണ്ടില്ല, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടല എന്നുള്ള ഉറച്ച തീരുമാനമുള്ള വ്യക്തിയായിരുന്നു അബ്രഹാം. ലോത്തിന്റെ വീട്ടിൽ വന്ന് പട്ടണവാതിക്കൽ ഇരുന്നിട്ടും പാപികൾ എന്ത് ബഹുമാനം കൊടുക്കാനാ? നീ നീതിമാനായോണ്ട് മാത്രം കാര്യമില്ല. സുബോധമില്ലാത്ത, അപ്പനെയും അമ്മയും തിരിച്ചറിയാത്ത, പുരുഷനെ സ്ത്രീയെ തിരിച്ചറിയാത്ത, നീതിമാനെ തിരിച്ചറിയാത്ത, വിവേകമില്ലാത്ത, ദൈവം തന്നെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ച, പാപത്തിൽ രസിക്കുന്ന ഒരു തലമുറയിൽ ഇടയിൽ വസിച്ചുകൊണ്ട് ലോത്തിന് ഉണ്ടായ സംഭവം. തന്റെ അതിസൽക്കാരം തനിക്ക് പ്രയോജനപ്പെട്ടില്ല. താൻ അറിഞ്ഞില്ല തങ്ങൾ ജീവിതത്തിൽ നിന്ന് നാശത്തിലേക്ക് നീങ്ങുകയാണെന്ന്. അബ്രഹാം സാറയും നിർജീവത്വത്തിൽ നിന്ന് ജീവനിലേക്ക് നീങ്ങാൻ വേണ്ടി അല്ല അതിസൽക്കാരം ചെയ്തത്. ഇനിയും നിർജീവത്വം മരണം വരെ നിർജീവത്വമായി തുടർന്നാലും അവരത് ചെയ്തുകൊണ്ടിരിക്കും.
അവരുടെ അവസ്ഥ മാറാൻ വേണ്ടിയല്ല അവർ ആക്റ്റീവായത്, പിന്നെയോ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ വേണ്ടിയാ. ഇന്ന് രാത്രി ദൈവമക്കൾ കേട്ടോണം, നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റാനും മറിക്കാനും നമ്മുടെ എസ്റ്റാബ്ലിഷ്മെന്റും നമ്മൾ ഉയരാൻ വേണ്ടിയല്ല. ദൈവിക ശുശ്രൂഷയിൽ ദൈവിക കാര്യങ്ങൾ തീഷ്ണത കാണിക്കേണ്ടത് അത് മരണപര്യന്തമുള്ള വിശ്വസ്തയുടെ ഭാഗമാണ്. അല്ലെങ്കിൽ ആ പരീക്ഷയിൽ നമ്മൾ തോറ്റുപോകും. കാരണം നാം എന്ത് ചെയ്തു എന്നതിനേക്കാൾ എന്തുകൊണ്ട് ചെയ്തു എന്നതാണ് പുതിയ നിയമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓർക്കണം, എന്ത് ചെയ്യുന്നത് ആൾക്കാർ കാണും, പക്ഷെ എന്തുകൊണ്ട് ചെയ്യുന്ന ദൈവം മാത്രമേ കാണത്തുള്ളൂ. നോക്കുമ്പോൾ രണ്ടുപേരും അത് സൽക്കാരമാ ചെയ്തേ, പക്ഷെ ലോത്തിന്റെ ജീവിതത്തിൽ ഒരു ഗുണവും ഉണ്ടായില്ല. അപ്പൊ നമുക്ക് അങ്ങനെയും പറയാൻ പറ്റത്തില്ല ആദ്യ സൽക്കാരം എല്ലാവർക്കും ഗുണം. കാരണം ലോത്തിന് ഒരു ഗുണവും ചെയ്തില്ല. മറിച്ച് വീട്ടിൽ അറ്റാക്ക് ചെയ്യാൻ പട്ടണക്കാർ വന്നു. ലോത്തിന് പട്ടണത്തിൽ ലഭിച്ച അവസ്ഥ നോക്കിയേ, അവരേറ്റവും പുച്ഛിച്ചാണ് ലോത്തിനോട് സംസാരിക്കുന്നത്. വളരെ മോശമായിട്ട് ഇംഗ്ലീഷിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നേ. അവര് ദേഷ്യപ്പെട്ട് പറയുക, സ്റ്റാൻഡ് ബാക്ക്. They shouted. This fellow came to town as an outsider. ഒരു പറയുക, ഇവനൊരു ഔട്ട്സൈഡറായി ഞങ്ങളുടെ നാട്ടിൽ പാർക്കാൻ വന്നു. Now he is acting like our judge. ആരെ കുറിച്ച് പറയുന്നേ? ലോത്തിനെ കുറിച്ച് അല്ലേ? സംശയമുണ്ടോ? സ്റ്റാൻഡ് ബാക്ക്, മാറി നിൽക്കണം. വളരെ മോശമായ സംസാരം. They shouted. നീ ഒരു പരദേശിയായി ഇവിടെ വന്നിട്ട് അപ്പൊ എന്താ, എത്ര നാളവിടെ താമസിച്ചിട്ടും അവര് ഒരവസരം വന്നപ്പോൾ ലോത്തിനെ കാണും. അവര് പറയുകയാണ്, നീ ഇപ്പൊ ഞങ്ങളുടെ ജഡ്ജ് ആകുവാണോ? We will treat you far worse than those other men. നീ ഞങ്ങൾ ഇവരെക്കാളും കഷ്ടമായി നിന്നോട് വലഞ്ഞുപോയ നീതിമാൻ, stick righteous. അങ്ങനെ എന്ത് സംഭവിച്ചു? 12-ാം വാക്യം, ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? അപ്പൊ ഒരു തീരുമാനം എടുക്കാൻ പോവാം. ഒരു കാര്യം ഉറപ്പായേ, ഇവരൊരു കാര്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞങ്ങൾ ചെന്നൊന്ന് കൺഫേം ചെയ്യണം, കേട്ട പോലെ തന്നെ ആണോ പട്ടണത്തിന്റെ. അപ്പൊ ഇനി അവർക്ക് വേറെ എങ്ങും അന്വേഷിക്കേണ്ട കാര്യം ഇല്ലല്ലോ, കാരണം അവരെ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ പുരുഷന്മാർ വന്നു. അപ്പൊ അവർക്ക് മനസ്സിലായി, ഈ പട്ടണം ഇനി ഒരു കരുണയും അർഹിക്കുന്നില്ല. അപ്പൊ പുരുഷന്മാര് പറയുകയാണെ, ആബാലവൃദ്ധം അല്ലെ ആ പുരുഷന്മാർ ലോത്തിനോട്, ഇവിടെ നിനക്ക് മറ്റു വല്ലവരും ഉണ്ടോ? ദൂതന്മാർ ചോദിക്കുക, മരുമക്കളോ പുത്രന്മാരോ പുത്രിമാരോ ഇങ്ങനെ പട്ടണം നിനക്കുള്ളവരെയൊക്കെ ഈ സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയിക്കൊള്ളുക. അപ്പം ഒരു കാര്യം മനസ്സിലായി, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ വിടുവിക്കും. അതുകൊണ്ട് എഴുതിയിട്ടുണ്ട് 29-ാം വാക്യം. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്ത് ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. അബ്രഹാമിനെ ഓർത്ത് പട്ടണം നശിപ്പിക്കാതെ അല്ല, അബ്രഹാമിനെ ഓർത്ത് ലോത്തിനെ രക്ഷിക്കാൻ ലോത്ത് പാർത്ത പട്ടണത്തെ നശിപ്പിക്കാതിരുന്നില്ല. കാരണം 10 നീതിമാന്മാരില്ല അവിടെ, ലോത്തെന്നൊരു നീതിമാനെ ഉള്ളൂ. അപ്പൊ പിന്നെ എന്ത് തീരുമാനം എടുത്തു? ആ നീതിമാനെന്ന് പേർ പ്രാപിച്ച, അല്ലെങ്കിൽ പാപത്തിൽ അകപ്പെടാതെ. ലോത്തിന്റെ പ്രശ്നം എന്താണെന്നറിയോ? ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞില്ലേ, നിർഗുണരാന്ന് പറയും. നമുക്ക് വേണേ വലഞ്ഞുപോയ നീതിമാൻ പോലെ. എടാ, മനുഷ്യനും പ്രയോജനമില്ല, ദൈവത്തിനും. പാപത്തിൽ താൻ പങ്കാളിയാകത്തില്ല, പക്ഷെ ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമോ ആരാധന യാഗപടോ ഒട്ടും ഇല്ലതാനും. അങ്ങനെ ജീവിക്കുന്ന ഒത്തിരി പേരെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. അവര് പറയും, ഞങ്ങൾ അത് ചെയ്യത്തില്ല, ഞങ്ങൾ ഇത് ചെയ്യത്തില്ല, ഞങ്ങൾ ആ കൂട്ടുകൂടത്ത്. പക്ഷെ നിങ്ങൾ ദൈവത്തിന് ഗുണമുണ്ടോ? ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കത്തില്ല, ദൈവത്തിന് കൊടുക്കേണ്ട ആരാധനയും കൊടുക്കത്തില്ല. വേർപെടടുത്ത് വേർപെടത്തില്ല, മാറി നിൽക്കേണ്ടടുത്ത് മാറി നിൽക്കുക. ലോത്തിനെ എന്ത് ചെയ്യുകയാണ്? രക്ഷിക്കുകയാണ്. അങ്ങനെ ഒടുവിൽ വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, ഞാനത് ആദ്യ ഭാഗത്തൊന്ന് പറഞ്ഞതാണ്. ഇങ്ങനെ പറഞ്ഞപ്പോൾ ആരെങ്കിലും ഇവിടെ പറയാൻ പറഞ്ഞോ? 14-ാം വാക്യം. അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു.
ഞാൻ നിന്ന് ഈ രാത്രി ഈ മെസ്സേജിനായിട്ട് കയറുന്ന തൊട്ടു മുമ്പ് ഒന്ന് വായിച്ചപ്പോഴേ ഞാൻ ഓർക്കുമായിരുന്നു, ലോകത്ത് എത്ര കൂളായിട്ടാണ് തന്റെ പെമ്മക്കൊക്കെ സ്വതോമേരെ ആലോചിച്ചുറപ്പിച്ചേ. ലോകത്തിന്റെ ഓൾറെഡി എൻഗേജ്മെന്റ് കഴിഞ്ഞു, വിവാഹം നടന്നാ മതി. ലോത്തി 2 പെൺകുഞ്ഞുങ്ങളെ ആർക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു? സ്വതോമ്യരായ ആൺകുട്ടികൾക്ക് ഈ പെൺകുഞ്ഞുങ്ങളെ ലോത്ത് കൊടുത്തു. അബ്രഹാമോ 24-3 എലയാസറിനോട് പറയുന്നത് എന്തുവാ? ലോത്ത് ഒരു മടിയും കൂടാതെ പാപത്തിന്റെ പടുക്കുഴിയിലായിരിക്കുന്ന പുരുഷഭോഗികളായിരിക്കുന്ന, പകൽ രാത്രി വ്യത്യാസമില്ലാതെ, ദൈവത്തെ ഭയമില്ലാതെ, മുതിർന്നവരെ ഭയമില്ലാതെ, ദേശനിവാസികളെ ഭയമില്ല, പരദേശവാസികളെ ഭയമില്ല, വന്നു താമസിക്കുന്നവരെ ഭയമില്ല, സ്ഥിരതാമസക്കാരെ ഭയമില്ല, ഒരുവനെയും ഭയമില്ലാതെ ജീവിക്കുന്ന ആ കൂട്ടത്തിൽ നിന്നുള്ള 2 ആൺകുട്ടികൾക്ക് തന്നെ 2 പെൺകുട്ടികളെ ലോത്ത് കൊടുത്തു, വിവാഹം നിശ്ചയിച്ചു. എന്നാൽ അബ്രഹാമോ? ഉൽപ്പത്തി പുസ്തകം 24-3 അബ്രഹാം സത്യം ചെയ്യിക്കുക എലയാസറിനോട്, ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് നീ എന്റെ മകന് ഭാര്യ എടുക്കാതെ എന്റെ ദേശത്തും എന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് എന്റെ മകനായ ഇസ്ഹാക്കിന് ഭാര്യയെ എടുക്കുമെന്ന് സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്നെ കൊണ്ട് സത്യം ചെയ്യിക്കും. അപ്പം എലയാസർ ചോദിക്കുന്നുണ്ടേ ദാസനവനോട്, പക്ഷെ സ്ത്രീക്ക് എന്നോടുകൂടെ ഈ ദേശത്തേക്ക് വരുവാൻ മനസ്സില്ലെങ്കിലോ? നീ വിട്ടുപോകുന്ന ദേശത്തേക്ക് ഞാൻ നിന്റെ മകനെ മടക്കിക്കൊണ്ടു പോണോ എന്ന് ചോദിച്ചു. അബ്രഹാം അവനോട് പറഞ്ഞത്, എന്റെ മകനെ അവിടേക്ക് മടക്കിക്കൊണ്ടുപോകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക. ഞങ്ങൾ പറയാൻ കഴിഞ്ഞ ദിവസം അബ്രഹാമിന് ഒരു ഡിമാൻഡ്, ഇസ്ഹാക്കിന് കനാന്യ സ്ത്രീകളിൽ നിന്ന് പെണ്ണും എടുക്കത്തില്ല, എന്നാൽ ഇസ്ഹാക്കിനെ വിട്ടുവന്ന ദേശത്തേക്ക് നടക്കുന്ന കാര്യമാണ്, പക്ഷെ നടത്താൻ ദൈവം. അതായത് നാം ഈ വർത്തമാന കാലഘട്ടത്തിൽ, നാം പാർക്കുന്ന ഈ കാലഘട്ടത്തിൽ സാഹചര്യങ്ങൾക്ക് അനുകൂലമായിട്ടല്ലാതെ ദൈവത്തിന് അനുകൂലമായി നാം എടുക്കുന്ന ഏത് തീരുമാനത്തിന്റെ മേലും ദൈവത്തിന്റെ കരം വെച്ച് ദൈവവും സാധ്യമാണ്. അതിനൊരു സാധ്യതകളില്ലെങ്കിലും കനാന്യ സ്ത്രീയിൽ നിന്ന് ഒരു പെൺകുട്ടിയെ വേണ്ട, എന്നാൽ വിട്ടുവന്ന ദേശത്തെ പെണ്ണിനെ ഇങ്ങോട്ട് അയക്കുന്നില്ലെങ്കിൽ ഇസ്ഹാക്കിനെ അങ്ങോട്ടോട്ട് വിടത്തുമില്ല, പിന്നെ എന്ത് വേണം? താൻ വിട്ടുവന്ന പൃഥുപോരത്തുന്ന ഒരു പെൺകുട്ടിയെ തന്റെ മകന് ഭാര്യയെ ഇവിടെ തന്റെ കൂടെ കൊണ്ടുവരണം, എങ്കിലേ അവളെയും എന്തിൽ കൂട്ടാൻ പറ്റത്തുള്ളൂ? ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവിക ആരാധനയിൽ പങ്കാളിയാക്കണമെങ്കിൽ ഒരൊറ്റ മാർഗം അതേയോടൊന്ന് അബ്രഹാമിന് അറിയാമായിരുന്നു. അബ്രഹാം ആ തീരുമാനമെടുക്കുമ്പോൾ അത് അസാധ്യമായിരുന്നു, പക്ഷെ മനുഷ്യർ അസാധ്യമായത് ദൈവം സാധ്യമാക്കി. നാം പലപ്പോഴും ഈ തീരുമാനം എടുക്കാൻ മടിക്കുന്നത് എന്താണെന്നറിയാവോ? നാം തീരുമാനമെടുക്കുമ്പോൾ ദൈവത്തെ കുറിച്ചല്ല ചിന്തിക്കുന്നത്, മനുഷ്യരെ കുറിച്ചാണ്. ഞാൻ ഈ തീരുമാനമെടുത്താൽ അങ്ങനെ റിബേക്കയെ വിടുമോ, അല്ലെങ്കിൽ എന്താ പറയുക, ബെതുവേൽ സമ്മതിക്കുമോ, ലാബാൻ സമ്മതിക്കുമോ? അബ്രഹാമിന്റെ മനസ്സിൽ ബെതുവേലും ലാബാനും റിബേക്കയല്ല പോയത്, പിന്നെയോ യഹോവയായ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന തലമുറകൾ ഉണ്ടാകണം. അതിന് ഈ തീരുമാനമെടുത്തേ പറ്റത്തുള്ളൂ. അത് സാധ്യമാക്കുവാൻ എനിക്കോ എന്റെ ദാസനോ കഴിയത്തില്ല, പക്ഷെ തീരുമാനമെടുക്കുവാൻ എനിക്ക് കഴിയും. അത് സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയും. അസാധ്യമായ സാഹചര്യത്തിന് നടുവിൽ ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദിക്കുകയാണ്, സാഹചര്യങ്ങൾക്കപ്പുറമായി ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുന്ന ഒരു തീരുമാനമെടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാണോ? ആണെങ്കിൽ അത് സാധിപ്പിച്ചു തരാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഹൃദയങ്ങളെ തൊടുന്ന ദൈവമാണ്. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ അവർ ഗോഡ്. പക്ഷെ ക്വസ്റ്റ്യൻ ഇതാണ്, ഹു വിൽ സ്റ്റാൻഡ് ഫോർ ഗോഡ് ഇറസ്പെക്റ്റീവ് ഓഫ് സർക്കംസ്റ്റാൻസസ്? സാഹചര്യങ്ങൾക്ക് അപ്പുറമായി ആർ നിൽക്കും ദൈവത്തിന് വേണ്ടി? അപ്പൊ ലോത്തിനോട് ചോദിച്ചാൽ ലോത്ത് പറയും, ഞാനിപ്പോ പിന്നെ സൊദോമിൽ താമസിച്ചാൻ എവിടുന്ന് ചെറുക്കന്മാരെ എടുക്കാനാ? പതിനാലാം വാക്യം, അങ്ങനെ ലോത്ത് ചെന്ന് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യുവാനുള്ള മരുമക്കളോട് സംസാരിച്ചു. കേട്ടോണേ, ഞാനിത് ആദ്യം ഓർപ്പിച്ചാ, നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും വ്യത്യാസം. നിങ്ങൾ എഴുന്നേറ്റ് ഈ സ്ഥലം വിട്ട് പുറപ്പെടുവീൻ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. നോഹ തന്റെ മക്കളോട് വരുവാനുള്ള ന്യായവിധി പറഞ്ഞപ്പോൾ ഷേമിനും ഹാമിനും യാഫേത്തിനും ഒക്കെ
അവരുടെ ഭാര്യമാര് എങ്ങനെയാണ് ആ പണിയിൽ കൂടെ നിന്നതെന്ന്. പക്ഷെ ലോത്തിന്റെ മരുമക്കളോട് പറഞ്ഞപ്പോ അവരുടെ പ്രതികരണം കേട്ടോണേ. യഹോവ ഈ പട്ടണം നശിപ്പിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ലോത്ത് കളി പറയുന്നുവെന്ന് ലോത്തിന്റെ മരുമക്കൾക്ക് തോന്നി. എന്റെ പ്രിയരെ, ദൈവത്തെയും അവന്റെ പ്രവൃത്തി അറിയാത്തവരോട് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ദൈവം നശിപ്പിക്കുമെന്ന് പറയുമ്പോ അത് കളിയായിട്ടല്ല, പിന്നെ എന്തായിട്ടാണ്? മൈൻഡ് പോലും ചെയ്തില്ല. ഉഷസായപ്പോൾ ദൂതന്മാർ ലോത്തിനെ ബന്ധപ്പെടുത്തി, എന്ന് വെച്ചാൽ ലോത്തിനെ ധൃതി പിടിപ്പിച്ചു. ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയെയും ഇവിടെ കാണുന്ന നിന്റെ 2 പുത്രിമാരെയും കൂട്ടിക്കൊണ്ട് പൊക്കൊള്ളുക എന്ന് പറഞ്ഞു. 16-ാം വാക്യം കേട്ടോണേ. ഈ മരുമക്കളെടുത്ത് ഓടിച്ചെന്നോ സത്യമാ. അതെന്താ ഈ വ്യത്യാസം ഞാൻ പറയാം. ലോത്തിന് മരുമക്കൾ നശിക്കല്ല, കാരണം മക്കൾക്ക് കല്യാണം നടക്കണ്ടേ. പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ലോത്ത് എത്ര അറ്റാച്ച്ഡ് ആയിരുന്നു തന്റെ നാടിനോടും വീടിനോടും എന്നുള്ള. ഈ ലോത്ത് മരുമക്കളോട് പറഞ്ഞു പൊക്കോളാൻ, പക്ഷെ ദൂതന്മാർ ലോത്തിനെ നിർബന്ധിക്കുവാണേ. 16-ാം വാക്യം. അവൻ താമസിച്ചപ്പോൾ കേട്ടോണം, യഹോവ അവനോട് കരുണ ചെയ്യാൽ ആ പുരുഷന്മാർ അവനെയും ഭാര്യയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി. ഇവര് പുറത്തു വരത്തില്ല. എന്റെ പ്രിയരെ ശ്രദ്ധിച്ചേ, മരുമക്കളോട് ഓടിച്ചെന്ന് പറഞ്ഞു. പക്ഷെ തനിക്ക്, കാരണം തനിക്ക് അവിടെ വിട്ടുപോകാൻ പറ്റത്തില്ല. താൻ എന്തുകൊണ്ടാ നാട്ടിൽ വന്നേ? ആ നാട് തന്റെ സമ്പത്തും തന്റെ കുടുംബവും ആടുമാടുകളും തന്റെ ആ എല്ലാവിധമായ ഭൗതിക നന്മകളുടെയും അടിവേരായിരുന്ന അടിസ്ഥാനമായിരുന്ന നാടിനെയും വീടിനെയും ഒരൊറ്റ ദിവസം കൊണ്ട് വിടാൻ പറയുമ്പോൾ ലോത്ത് അവിടെ നിന്ന് വലിഞ്ഞു. അപ്പൊ ദൂതന്മാർക്ക് മനസ്സിലായി ലോത്തും കുടുംബവും സ്വയമായിട്ട് വീട്ടിൽ നിന്ന് അവര് ഡിലേ ചെയ്തു. 14-ാം വാക്യം. So Lot rushed out to tell his daughter fiancés. 14-ാം അധ്യായത്തിൽ ഓടിച്ചെന്ന് അവരോട് പറഞ്ഞു, കാരണം അവര് പൊക്കോട്ടെ, അവര് രക്ഷപ്പെട്ടോട്ടെ. പക്ഷെ 16-ാം വാക്യം വരുമ്പോ when Lot still hesitated, ഇത്രയൊക്കെ പറഞ്ഞിട്ടും പിന്നെയും ലോത്തിന് മൂവ് ചെയ്യാൻ കഴിയുന്നില്ല. അവൻ അത് നിരസിച്ചു നിൽക്കുമ്പോൾ അവന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് ദൂതന്മാർ അവന്റെ, കേട്ടോണേ, അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, ആ പുരുഷന്മാർ അവനെയും ഭാര്യയെയും 2 പുത്രിമാരെയും കൈക്ക് പിടിച്ച് തന്നെ ഓടിപ്പോവല്ലോ അവര്, കേട്ടോണേ, കൈക്ക് പിടിച്ച് പട്ടണത്തിന്റെ പുറത്തു കൊണ്ടുപോയി ആക്കി. അവരെ പുറത്തു കൊണ്ടുവന്ന ശേഷം അവൻ ജീവരക്ഷയ്ക്കായി ഓടിപ്പോക, പുറകോട്ട് നോക്കരുത്, ഈ പ്രദേശത്തെങ്ങും നിൽക്കുകയും അരുത്. എന്റെ പ്രിയരെ, ഇത് എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ലാൻഡിൽ വേരുറപ്പിച്ച ലോത്തിനും കുടുംബത്തിനും എവിടെ നോക്കിയേ, ഒരു കാര്യം ശ്രദ്ധിച്ചേ, അപ്പോഴും അവരുടെ ജീവനെ രക്ഷിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും അവർക്ക് നഷ്ടമാകാൻ പോകുന്ന പ്രധാനം എന്താ അറിയോ? ഏതിനെ ലോത്ത് ലക്ഷ്യം വെച്ചോ ആ നാടും ആ നാടിന്റെ സമൃദ്ധിയും. പക്ഷെ ലോത്ത് എന്തോ കണ്ടെന്നറിയാമോ? നമ്മളിങ്ങനെയൊക്കെ ഈ എക്സ്ക്യൂസ് പറയുന്നത്, സാരമില്ല, അത് കുഴപ്പമില്ല, ആ കല്യാണം ഒന്ന് നടക്കട്ടെ, നല്ല സമ്പത്തുണ്ട്, നല്ല ഇതാണ്. നമുക്ക് നന്നായിട്ട് അറിയാം അത് ആ പെൺകുട്ടിക്ക് ചേർന്ന ആ യഥാർത്ഥമായ ആത്മീകമായ ജീവിതം നയിക്കുന്ന ഒരു ക്വാളിറ്റിയുള്ള കർത്താവിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി അല്ലെന്ന് അറിഞ്ഞിട്ടും ബാക്കി എല്ലാ കാര്യവും കാണുമ്പം കോംപ്രമൈസ് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട്. ബാക്കിയെല്ലാം കാണുമ്പം ഓക്കെ, ഇറ്റ്സ് ഓക്കെ, അത് ശരിയായിക്കോളും. ലോത്ത് എന്തായിരിക്കും വിചാരിച്ചേ? നാട് നല്ലതല്ലേ, നമുക്ക് പ്രശ്നമില്ലോ, നമ്മൾ നേരെ ജോലി അങ്ങ് ജീവിച്ചാൽ മതി, അത് കുഴപ്പമില്ല, നല്ല ജോലി ഉണ്ടല്ലോ, നല്ല ശമ്പളം ഉണ്ടല്ലോ, പിന്നെ വീട്ടിൽ നല്ല സ്വത്തുണ്ടല്ലോ, ചെറുക്കൻ നന്നായിക്കോളും. എന്താ കാര്യം അറിയോ? കണ്ണ് എന്തെങ്കിലും ഉടക്കി അത് ഹൃദയത്തിൽ വേരൂന്നിയാൽ പിന്നെ ദൈവം എത്ര സംസാരിച്ചാലും അതിൽ തന്നെ പിടിച്ചിരിക്കും. അവസാനം ജീവിതത്തിന്റെ ഏറ്റവും വലിയ അധപ്പതനത്തിന് മുമ്പിൽ അയ്യോ ഭാവം, അയ്യോ നിലവിളി ഉണ്ടാകുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. എന്നാൽ തിരിച്ചുമുണ്ട് എല്ലാം. അതെ,
അങ്ങനെയുള്ള യാതൊന്നും അതെ പറയുവാനില്ലെങ്കിലും ഇത് യഥാർത്ഥമായി ദൈവം ഒരുക്കിയതാണ്. ആ പൈതലിന്റെ ആ വിശ്വാസ ജീവിതം, ദൈവത്തെ നേരോടെ സേവിക്കുന്ന മകൻ മകൾ, അതും മതി, ബാക്കിയെല്ലാം ഉണ്ടായിക്കോളും. അതാ പറയണ്ടേ. യഥാർത്ഥ ഒരു ദൈവഭക്തൻ പറയേണ്ടതെന്നറിയാമോ? ഒരു ദൈവഭക്തൻ പറയേണ്ടതെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് കല്യാണം ആലോചിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കൾ പറയേണ്ടത് എന്നാന്നറിയാമോ? അതെ, ചെറുക്കന്റെ സ്വഭാവം നന്നായിക്കോളൂ എന്നല്ല പറയണ്ടേ. പിന്നെയോ ദൈവത്തിന് വേണ്ടി തീഷ്ണയോടെ നിൽക്കുന്ന ഒരു മകൻ ഉണ്ടെങ്കിൽ ബാക്കിയൊക്കെ ദൈവം കൊടുത്തോളും. തിരിച്ചല്ല പറയണ്ടേ. ഇന്നത്തെ പെന്തിക്കോസ് തലമുറ, ആത്മീയ തലമുറ എന്ന് പേർ പറയുന്ന വിശ്വാസം കൈമുതലെന്ന് അവകാശപ്പെടുന്നവർ എത്ര അധപ്പതിച്ചതറിയാമോ? അവർ ബാക്കിയെല്ലാം നോക്കുമ്പോൾ അവരുടെ കണ്ണിന് ഇമ്പമാവുമ്പോൾ അവർ പറയും അത് സാരമില്ല, മറ്റേത് നന്നായിക്കോളും. പക്ഷെ ഒരാത്മീയൻ പറയും സാരമില്ല, എന്ത് ഭൗതിക നന്മകൾ കുറവുണ്ടേലും അത് കൊടുക്കുവാൻ ദൈവം ശക്തനാണ്. ദൈവത്തിനോട് നിൽക്കുന്ന, ദൈവത്തെ സേവിക്കുന്ന, യേശു കർത്താവായി വാഴുന്ന ഒരു മകനെ മകളെ ഉണ്ടെങ്കിൽ ബാക്കി ഒരുക്കാൻ ദൈവം ശക്തൻ. അതായിരുന്നു അബ്രഹാമിന്റെ കാഴ്ചപ്പാട്. ഇവിടെ കൊണ്ടുവന്നാൽ അബ്രഹാമിന് അറിയാം മരുമകളെ അതെ കൊണ്ടുവന്നാൽ അത് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ചേർക്കുവാൻ കഴിയും എന്നുള്ള മനസ്സോടുകൂടെ ഇവിടെ ലോത്ത് എല്ലാത്തിനും കോംപ്രമൈസാണ്. ഒരു കോംപ്രമൈസിങ് റൈച്ചസ് മാൻ, സിക്ക് റൈച്ചസ് മാൻ. ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. അപ്പൊ പിന്നെ സമാധാനം എന്തുവാ? പാപം ചെയ്യുന്നില്ലല്ലോ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് ഓക്കെ. ഇപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ അല്ല, ഇതുവരെ നീ പറഞ്ഞ ഓക്കെ അല്ല, എവിടെ കൊണ്ട് എത്തിച്ചു? എനിക്ക് ഓടാൻ കഴിയുന്നില്ല, നിർമൂലമാക്കുമെന്ന് പറഞ്ഞിട്ട് ഈ പട്ടണത്തിന്റെ അകൃത്യത്തിൽ നശിക്കാതിരിപ്പാൻ എഴുന്നേറ്റ് നിന്റെ ഭാര്യയും ഇവിടെ കാണുന്ന 2 പുത്രിമാരെ കൂട്ടിക്കൊണ്ട് പൊക്കൊള്ളുക എന്ന് പറഞ്ഞിട്ടും അവൻ താമസിച്ചു. കാരണം എന്താണെന്നറിയാവോ? എന്താ ആരെ കൂട്ടാൻ പറ്റുന്ന ആരെയാ? ഭാര്യയും പെമ്മക്കളെ മാത്രമേ. ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ അബ്രഹാമിനോട് സുഖമായിട്ട് നിൽക്കായിരുന്നു. ഇപ്പൊ ആരെ കൊണ്ടുപോകാൻ പറ്റുന്നത്? എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ലാൻഡിൽ നിന്ന് ആരുടെ കൂടെ കൊണ്ടുപോകാൻ പറ്റാൻ അനുവാദം കിട്ടിയത്, സമയം കിട്ടിയത് ഭാര്യ 2 പെമ്മക്കളെയാണ്. എന്ന് കേട്ടോണേ, ജീവരക്ഷയ്ക്കായി ഓടിപ്പോവുക. ഇവിടോട്ട് വന്നത് എന്തിനാ? ഇവിടോട്ട് വന്നത് സമ്പത്തും സമൃദ്ധിയും കൂടെ ഒരു സെറ്റിൽമെന്റിന് വേണ്ടി. ഒരിക്കലും വെള്ളത്തിന് കുറവ് വരരുത്, ഒരിക്കലും നന്മയ്ക്കൊരു കുറവ് വരല്ലേ. ഫ്രൂട്ട്ഫുൾ ആയി എക്സ്ട്രീംലി പ്രോസ്പെറിറ്റിയിൽ ജീവിക്കുവാനുള്ള ആഗ്രഹത്തോടെ വന്ന മനുഷ്യന് ഇപ്പം കിട്ടുന്ന ഏക ആഹ്വാനം എന്നാണെന്നറിയാമോ? ജീവരക്ഷ. ബാക്കിയെല്ലാം മറന്നേര്, ജീവരക്ഷ. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, പുറകോട്ട് നോക്കാതെന്താ പറയാൻ കാര്യം? ഇവർക്ക് ഉറപ്പാണ് ഇവർ പുറകോട്ട് നോക്കുമെന്ന്. കാരണം പുറകോട്ട് നോക്കും, അവരുടെ ഹൃദയം അവിടെ കിടക്കുക. ഇവർ മണ്ണെ പ്രതി മാണിക്യം വെടിഞ്ഞവരാ. അപ്പൊ മണ്ണെ പ്രതി മാണിക്യം വെടിയുന്നതിന് എപ്പോഴും അങ്ങോട്ട് നോക്കും, മണ്ണിനെ തിരിഞ്ഞ്. ഈ പ്രദേശത്തെങ്ങും നിൽക്കരുത്. ദൈവമേ, വേരുറപ്പിച്ച ലോത്തിനോട് പറയുകയാണെ, തിരിഞ്ഞു നോക്കരുത്, ഇവിടെ നിൽക്കാൻ പോലും നിനക്ക് നാശം ഭവിക്കാതിരിപ്പാൻ പർവ്വതത്തിലേക്ക് ഓടിപ്പോക എന്ന് പറഞ്ഞു. ലോത്ത് കേട്ടോണേ, ലോത്ത് അവരോട് പറഞ്ഞത് അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ, എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ നീ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ ഈ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം, അത് ചെറിയതുമാകുന്നു. വലിയ പട്ടണമായ എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ സൊദോമിൽ നിന്ന് ലോത്ത് പറയുകയാണ്, ജീവരക്ഷയ്ക്കായി ഓടുവല്ലേ, ഇനിയിപ്പം വേറൊന്നും നോക്കി. ഇപ്പൊ ലോത്തിന്റെ കണ്ണിൽ പച്ചപ്പില്ല, വെള്ളമില്ല, കാരണം കൊടുക്കാൻ ആരും കൂടില്ല, മൃഗവും ആടുമാടുകളും ഒന്നുമില്ല. ഇപ്പൊ മഴക്കിടേണ്ട കാര്യമില്ല. ദാസി പാകെ ജീവരക്ഷയ്ക്കായി എവിടെങ്കിലും ചെറിയ പട്ടണത്തിലോടൊന്ന് പോയാൽ മതി. കൂടുതൽ പോകാൻ, പർവ്വതം വരെ ഓടിപ്പോൻ ഞാൻ ഈ ഭാഗം നിർത്തി അതുകൊണ്ടാണ് എനിക്കറിയാൻ ടൈമായിട്ട് ഞാൻ വായിക്കുന്നത്. അതുകൊണ്ടാണ് അവനോട് ഇക്കാര്യത്തിലും ഞാൻ നിന്നെ കടാക്ഷിച്ചിരിക്കുന്നു, നീ പറഞ്ഞ പട്ടണം ഞാൻ മറിച്ചു കളയില്ല,
ബന്ധപ്പെട്ടു വേഗത്തിൽ അവിടെ ഓടിപ്പോവുക, നീ അവിടെ എത്തുവോളം എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ പട്ടണത്തിന് സോവാർ എന്ന് പേരായി. ചെറിയ പട്ടണം എന്ന അർത്ഥമാണ് സോവാർ എന്ന് പേരായി. വലിയ പട്ടണമായ, സമൃദ്ധിയുള്ള പട്ടണമായ, പ്രോസ്പെറിറ്റിയുടെ പട്ടണമായ, എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ആയ ലാൻഡിൽ നിന്ന് ഒരു ചെറിയ പട്ടണത്തിലേക്ക്, അതുകൊണ്ട് അതിന് സോവാർ എന്ന് പേരായി. ലോത്ത് സോവാറിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സൊദോമിന്റെയും ഗൊമോറിന്റെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം. ഞാനത് ഒന്ന് അണ്ടർലൈൻ ചെയ്തെന്നറിയോ? അവിടെ എന്തിനൊക്കെ ഉന്മൂലനാശം വരുത്തി? ആ പട്ടണങ്ങളിലെ സകല നിവാസികൾക്കും, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ, നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനാശം വരുത്തി. Wiping out all the people and every bit of vegetation. Extremely fruitful ലാൻഡിന്റെ അവസ്ഥ നോക്കുക. അതാ എടുത്തു പറഞ്ഞു, അവിടെ എടുത്തു പറഞ്ഞു, നിലത്തെ സസ്യങ്ങൾക്കും ഒരു ചെറുതിനെ പോലും വിട്ടില്ല, എല്ലാ പച്ചപ്പിനെയും ഉന്മൂലനാശം വരുത്തി. കേട്ടോണേ, ദൂതന്മാർ പറഞ്ഞതിന്റെ അടുത്ത സംഭവം കേട്ടോ. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഇതാദ്യമേ പറഞ്ഞിരുന്നു. പുറകോട്ട് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അനുസരണം തൊട്ട് വേണ്ടിയിട്ടില്ല. എന്താ അനുസരണം ഇല്ലാത്ത? ആഗ്രഹം ദൈവത്തോടല്ല. ആഗ്രഹം ദൈവം രക്ഷിപ്പ് പറയും. ദൈവനോട് കരുണ കാണിച്ചത് ലോത്ത് പറയുന്നു. ദൈവത്തിന്റെ കരുണയിലോ ദൈവത്തിന്റെ സ്നേഹത്തിലോ ദൈവം ഒഴുക്കുന്ന സുരക്ഷാ മാർഗങ്ങളിലോ ഒന്നും അവർക്ക് ഹൃദയം കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടതിലേക്ക് അവർ തിരിഞ്ഞു നോക്കുന്നു. പുറകോട്ട് നോക്കരുത് എന്ന് പറഞ്ഞു. പക്ഷേ ലോത്തിന്റെ ഭാര്യ പുറകോട്ട് നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ഞാനിത് വായിച്ചപ്പോൾ എന്റെ വാക്കുകളെ ഞാൻ ഇത് കൺക്ലൂഡ് ചെയ്യാനാണ് ഞാൻ ആ ടൈം എടുക്കുന്നത്. നിങ്ങൾ ദയവായി എന്നോട് സഹകരിക്കുക. അല്പം സമയം മുഷിയാതിരിക്കുക, പറഞ്ഞു നിർത്താം. ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണായി ഭവിച്ചു. അബ്രഹാമിന്റെ ഭാര്യ സാറ നിർജീവത്വത്തിന്റെ ആധിക്യം അനുഭവിച്ച ദൈവഭക്തിയായ സ്ത്രീ, ഇനി ഒരിക്കലും ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കത്തില്ല, മുലയൂട്ടത്തില്ല എന്ന് കരുതിയ ഒരു സ്ത്രീ നിർജീവത്വത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതാ ലോത്തിന്റെ ഭാര്യ നിർജീവയായി പോകുന്നു. നിർജീവമായി ചലിക്കാത്തൊരു ഉപ്പുതൂണായി മാറുന്നു. എന്നാൽ അതുവരെ സമൂഹം സാറേ മച്ചി എന്ന് വിശേഷിപ്പിക്കുമ്പോൾ, നിർജീവത്വം അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ ഒരു നിർജീവത്വവും ദൈവത്തെ സേവിക്കുന്നതിന് അവർക്ക് തടസ്സമല്ലായിരുന്നു. ഈ പ്രിയ കുടുംബത്തിനോ ദൈവം സമയത്തെല്ലാം കൊടുത്തില്ലേ, മക്കളെയും കൊടുത്തില്ലേ, എന്നിട്ട് നിന്റെ ആരോഗ്യവും നിന്റെ സമയവും നീ ആർക്ക് വേണ്ടി ചെലവഴിച്ചു? നീ നിന്റെ സമൃദ്ധിയിൽ നിന്റെ കണ്ണു മയങ്ങിപ്പോയോ? നീ പാപം ചെയ്തില്ലെന്ന് നീ അവകാശപ്പെടുമ്പോൾ, പക്ഷെ വാസ്തവത്തിൽ അതെ നീ ദൈവത്തിനത് ഗുണപ്പെട്ടു. എന്നാൽ ദൈവം അരുളി ചെയ്തത് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രഭുവായി ജീവിക്കുമ്പോഴും അതേ ദൈവം ഇവരോട് ഈ വിഷയത്തിൽ കനിഞ്ഞില്ലല്ലോ, ദൈവത്തിന് കരുണ തോന്നിയില്ലല്ലോ എന്ന് പറഞ്ഞുള്ള അപമാനം പേറുമ്പോഴും അത് ദൈവത്തെ സേവിക്കുവാൻ ഒരു തടസ്സമായില്ല. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുക. ദൈവം നിന്നോട് എന്തെങ്കിലും ദോഷം ചെയ്തെന്ന് പറഞ്ഞ് നീ ദൈവത്തോട് പിണങ്ങിയിരിക്കുവാണോ? നീ അവനെ സേവിക്കുന്നതിന് പിന്മാറാൻ തീരുമാനിക്കുകയാണോ? നീ ദൈവത്തിന് വേണ്ടി നിന്നെ വിട്ടുകൊടുക്കുവാൻ നീ മടി കാണിക്കുകയാണോ? നിനക്ക് വേണ്ടി തന്നെ നീ ജീവിക്കുകയാണോ? ഇന്നുവരെ ചെയ്ത ഉപകാരങ്ങൾ ഓർത്താൽ, ഇന്നുവരെ നടത്തിയ വഴികൾ ഓർത്താൽ, നീ അതൊരു പാട്ടിൽ അവസാനിപ്പിച്ചിട്ട് ജീവിതം ദൈവത്തിൽ അകലുകയാണോ? ഞായറാഴ്ച എല്ലാരും പാടുന്നുകൊണ്ട് നീ പാടുകയാണോ? ഇതുവരെ നടത്തിയ വഴികളോർ നന്ദി കരയറ്റുന്നു എന്ന് നിന്റെ വീട്ടിൽ വരുമ്പോൾ നിനക്കവയൊന്നും ഓർമ്മയില്ലയോ? ഇതാ ആരോഗ്യത്തോടിരുന്ന 2 പെൺകുഞ്ഞുങ്ങളെ പ്രസവിച്ച അവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്ന ഒരു കുടുംബം ഒരൊറ്റ ദിവസം കൊണ്ട് ദാസന്മാർ, ഞാൻ നിങ്ങളെ ഓർപ്പിച്ചായിരുന്നല്ലോ, അതെ നഷ്ടപ്പെട്ടു പോയ ലോത്തിനെയും ഭാര്യയെയും പിള്ളാരെ ആടുമാടുകളെയും സ്വത്തിനെയും ദാസന്മാരെ എല്ലാം അബ്രഹാം തിരികെ കൊടുത്തതല്ലേ? എന്റെ പ്രിയരെ,
ദൈവത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോണ്ടല്ലോ, നാം യഥാസ്ഥാനപ്പെടുമ്പോഴേ നമ്മുടെ ജീവിതത്തിന് സ്ഥിരത ഉണ്ടാകത്തുള്ളൂ. ബാക്കി എല്ലാ സ്ഥിരതകളും അസ്ഥിരമാകാൻ ഒരു നിമിഷം മതി. പക്ഷെ ദൈവത്തിനു വേണ്ടി ജീവിതം വിട്ടുകൊടുത്തതിന്റെ അസ്ഥിരതകളും സ്ഥിരമാകാൻ ഒരു നിമിഷം മതി. അനുസരണം തൊട്ട് വേണ്ടിയിട്ടില്ല. പിന്നോട്ട് നോക്കല്ല. കാരണം എന്നറിയോ? മുന്നോട്ട് നോക്കാൻ ഒന്നുമില്ല അവർക്ക്. അബ്രഹാം മുന്നോട്ട് നോക്കി ജീവിച്ചു. ഇതാ അവരെ സംബന്ധിച്ച് അവർ വിട്ടുപോകുന്നതായിരുന്നു അവർക്ക് ഏറ്റവും വലുത്. പിറകോട്ട് നോക്കി ഒരു ഉപ്പു തൂണായി ഭവിച്ചു. അബ്രഹാം രാവിലെ എഴുന്നേറ്റ്, ഇവിടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. അബ്രഹാം രാവിലെ എഴുന്നേറ്റ് താൻ യഹോവയുടെ സന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത്, അബ്രഹാം അന്ന് രാത്രി എങ്ങനെ ഉറങ്ങിക്കാണത്തില്ല. രാവിലെ എഴുന്നേറ്റ്. കാരണം എന്നറിയോ? അബ്രഹാമിന് അറിയണം എന്ത് സംഭവിച്ചു എന്നുള്ളേ. എഴുന്നേറ്റ് എവിടേക്ക് ചെല്ലുക? താൻ ദൈവസന്നിധിയിൽ നിന്നിരുന്ന സ്ഥലത്ത് ചെന്നു. സൊദോമിനും ഗൊമോറയ്ക്കും ആ പ്രദേശത്തിലെ സകല ദിക്കിനും നേരെ നോക്കി ദേശത്തിലെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങുന്നത് കണ്ടു. 30 തൊട്ട് 33 വരെയുള്ള 38 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ അല്ലാതെ വായിച്ചാൽ മതി. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. വായിച്ച് ഞാൻ അവസ്ഥ മക്കളെ നിർത്താം. സൊദോം എന്ന വലിയ പട്ടണത്തിൽ നിന്ന് സോവാർ എന്ന ചെറിയ പട്ടണത്തിലേക്ക് ലോത്തെത്തി. 19:30 അനന്തരം ലോത്ത് സോവാർ വിട്ടുപോയി. അവനും അവന്റെ 2 പുത്രിമാരും പർവ്വതത്തിൽ ചെന്നു പാർത്തു. സോവാറിൽ പാർപ്പാൻ അവൻ ഭയപ്പെട്ടു. അവനും അവന്റെ 2 പുത്രിമാരും ഒരു ഗുഹയിൽ പാർത്തു. അവനും ലോത്തിന്റെ 2 പുത്രിമാരും എവിടെ എത്തി? ഇപ്പം ഒരു ഗുഹയിൽ പാർത്തു. ഞാൻ തുടർന്ന് ഇനിയൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾക്ക് വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യാം. പ്രിയരെ, തുടർന്ന് നടക്കുന്നത് ഏറ്റവും അധാർമികമായ മ്ലേച്ഛമായ കാര്യമാണ്. ഒരിക്കലും ഒരു നീതിമാന്റെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത്. അങ്ങനെ 2 ശപിക്കപ്പെട്ട തലമുറ ഉളവായി, അമ്മോന്യരും മോവാബ്യരും. അവിടെ കൊണ്ട് ലോത്തിന്റെ ചരിത്രം അവസാനിക്കും. പുതിയ ചരിത്രം ആരംഭിക്കുന്ന ഏതാ? ആ ചരിത്രം അമ്മോന്യരുടെയും മോവാബ്യരുടെയും. ഇന്ന് രാത്രി അല്പം 10 മിനിറ്റ് മുന്നോട്ട് പോയതിനോട് ക്ഷമിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞ ഈ മെസ്സേജ് കൺക്ലൂഡ് ചെയ്യുകയാണ്. ദൈവത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള സമയമാണ്. എല്ലാത്തിനും കോംപ്രമൈസ് ചെയ്യുന്ന ഒരു ക്രിസ്ത്യൻ ആകാതെ ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന, കർത്താവിന് വേണ്ടി നിൽക്കുവാൻ സാധ്യതകളെ നോക്കാതെ ദൈവമുഖത്തേക്ക് നോക്കിക്കൊണ്ട് തീരുമാനമെടുക്കുന്ന ഒരു ക്രിസ്ത്യാനിയായി ഒരു ദൈവത്തിലായി ജീവിപ്പാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? പെൺകുട്ടികൾ പ്രായമാകുമ്പോൾ എവിടെ കിട്ടും ചെറുക്കനെ, ആൺകുട്ടികൾ പ്രായമാകുമ്പോൾ എവിടെ കിട്ടും പെൺകുട്ടിയെ എന്ന് ആകുലപ്പെടുന്ന മാതാപിതാക്കളാണോ നമ്മൾ? നാം വിശ്വസിക്കുന്നില്ലേ നാം ദൈവത്തിന് വേണ്ടി നിന്നാൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവ ശക്തനാണെന്ന്, കരുതാൻ ദൈവ ശക്തനാണെന്ന്? അതിനുവേണ്ടി നാം സൊദോമിന്റെ അടുത്തേക്ക് പോകണോ? അതിനുവേണ്ടി നാം എവിടെ പോകണം? അബ്രഹാം നിന്ന പോലെ നമുക്ക് നിന്നൂടെ? നമുക്ക് വേണ്ടി കരുതാൻ ദൈവ ശക്തനല്ലേ? നമുക്ക് നേരോടെ ദൈവത്തെ സേവിക്കാം, നിഷ്കളങ്കതയോടെ സഹോദരങ്ങളെ സ്നേഹിക്കാം, നിർവ്യാജമായ സ്നേഹത്തിന്റെ ഉടമകളാകാം. നമുക്ക് ആരുടെ നശിപ്പിക്കുമെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ തന്നെ അവന്റെ വരണമെന്ന് പറയുന്ന ആ നയപ്രമാണ മനോഭാവം നമുക്ക് വേണ്ട. കണ്ണിന് പകരം കണ്ണ്, കാതിന് പകരം കാത്, ചെവിക്ക് പകരം ചെവി, ജീവന് പകരം ജീവനല്ല. നമുക്ക് ആത്മാർത്ഥമായി ആ ക്രിസ്തുവിന്റെ സ്വഭാവത്തെ ഉൾക്കൊള്ളാം. നമുക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് വേണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുടുംബജീവിതം വേണം. നമുക്ക് കുഞ്ഞുങ്ങളെ വേണം. നമുക്ക് നല്ല വീട് വേണം. നമുക്ക് ആവശ്യമായ വെള്ളം വേണം. നമുക്ക് മാറാമധുരമാകേണ്ട വേണം. നമുക്കും പർവ്വതങ്ങൾക്ക് സമാനമായ പ്രശ്നങ്ങൾ സമൂഹമാകേണ്ട വേണം. നമ്മളെ അലട്ടുന്ന രോഗങ്ങൾ സൗഖ്യമാകേണ്ട വേണം. പക്ഷേ ഇതൊന്നും നമ്മുടെ ലക്ഷ്യമല്ല. ഇതെല്ലാം നമ്മുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ ലക്ഷ്യം കാഴ്ചയാലല്ല, വിശ്വാസത്താൽ നടന്നുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിച്ച് ദൈവശില്പിയായി നിർമ്മിച്ച തന്നടിസ്ഥാനമിട്ട ഒരു നഗരത്തിനായി നോക്കി പാർത്തുകൊണ്ട് അബ്രഹാം തന്റെ മകനോടും കൊച്ചുമക്കളോടും കൂടെ ഒന്നിച്ചു പാർത്ത പോലെ ഇന്ന് രാത്രി നാം തീരുമാനമെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങൾക്ക് ആവശ്യമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് കർത്താവേ, പിതാവേ, ഞങ്ങൾക്ക് ഒട്ടനവധി ആവശ്യങ്ങളുണ്ട്. ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അവ നന്നായി അറിയുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പക്ഷേ ഞങ്ങൾ ആ ആവശ്യങ്ങൾക്ക് പുറകെ പോയി ഞങ്ങളുടെ
ജീവിതം കോംപ്രമൈസ് ചെയ്യത്തില്ല. ഞങ്ങൾ അങ്ങയുടെ പുറകെ വന്ന് ആവശ്യങ്ങളെ കോംപ്രമൈസ് ചെയ്യേണ്ട വന്നാലും വിശ്വാസത്തെ കോംപ്രമൈസ് ചെയ്യത്തില്ല. അങ്ങനെ ആവശ്യങ്ങളെ കോംപ്രമൈസ് ചെയ്തവരെയൊക്കെ ദൈവം മാനിച്ച വിധങ്ങൾ നമ്മൾ വായിച്ചും പഠിച്ചും കൊണ്ടേ ഇരിക്കുകയാണ്. എന്റെ പ്രിയരെ, എക്സ്ട്രീംലി ഫ്രൂട്ട്ഫുൾ ലാൻഡിലേക്ക് രാവിലെ അബ്രഹാം വന്ന് നിൽക്കുമ്പോൾ, അതിന്റെ അരികത്ത് അല്ലെങ്കിൽ അതിന്റെ ദേശത്ത് നിൽക്കുമ്പോൾ അബ്രഹാം ഒരു കാഴ്ച കാണുകയാണ്. തീച്ചൂള പൊങ്ങുന്നു, പുക പൊങ്ങുന്നു. വചനം എഴുതി വെച്ചു. എന്ത് ചെയ്തു? ഞാൻ എന്തിനാ അങ്ങനെ എഴുതി വെച്ചത്? നീ ചിന്തിച്ചേ. നിവാസികളെ നശിപ്പാപം ചെയ്ത അവരല്ലേ. പക്ഷെ എന്തിനാ അവിടെ ആഡ് ചെയ്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഡിസ്ട്രോയിഡ് എവറി ബിറ്റ് ഓഫ് വെജിറ്റേഷൻ. എല്ലാ പച്ചപ്പിനെയും, എല്ലാ സസ്യങ്ങളെയും, വൃക്ഷങ്ങളെ അപ്പം പറയണ്ട, എല്ലാ നാമ്പിനെയും, എല്ലാത്തിനെയും അട്ടർലി ഡിസ്ട്രോയ് ചെയ്തു. ഇന്ന് രാത്രി ഈ ദൈവന്റെ ചിന്തകൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. തിരിച്ച് വീണ്ടും നമുക്ക് കൊലോസ് ലേഖനത്തിലേക്ക് അടുത്ത ആഴ്ച മടങ്ങി വരണം. ഈ കഴിഞ്ഞ ആഴ്ച, ചില ആഴ്ചകളായി നമ്മൾ ചിന്തിച്ച ഈ വേദഭാഗങ്ങൾ നമ്മളെ എന്തിനു വേണ്ടി സമർപ്പിക്കും? ഒന്ന് തീരുമാനമെടുത്തേ. എന്തിനു വേണ്ടി സമർപ്പിക്കും? തനിക്കായി തന്നെ ജീവിക്കാനോ ദൈവത്തിനായി ജീവിക്കാനോ? എന്തിനു വേണ്ടി നമ്മൾ ഇത്ര ആഴ്ചകൾ ഈ വചനങ്ങൾ ചിന്തിച്ച്? നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കാര്യം ഞാൻ ഇവിടെ പുതുതായി ഏതാണ്ട് പറഞ്ഞോ? നിങ്ങൾ ആരും വായിക്കാത്തൊരു കാര്യം പുതുതായി വായിച്ചോ? അല്ല, വർഷങ്ങളായി വായിച്ചു വരുന്നതും ധ്യാനിക്കുന്നതുമായ വേദഭാഗങ്ങൾ തന്നെയാണ് ചിന്തിച്ചത്. പക്ഷേ നമുക്കിന്ന് ഈ കാലങ്ങളിൽ അത് ആവശ്യമെന്ന് ദൈവം കണ്ടിട്ട് നമ്മളെ ഒന്ന് ഓർപ്പിച്ചുണർത്തിയതാണ്. രണ്ട് കാര്യങ്ങൾ പ്രധാനമായി ഓർപ്പിച്ചുണർത്തി. ഒന്ന്, ദൈവത്തോടുള്ള നമ്മുടെ വിശ്വസ്തയും സ്നേഹവും അത് നിർവ്യാജവും നിഷ്കളങ്കമാട്ടെ. സഹോദരങ്ങളോടുള്ള നമ്മുടെ സ്നേഹവും അത് നിർവ്യാജ്യമായിരിക്കട്ടെ. ലോകത്തിൽ മറ്റു പലതിലും അറിയപ്പെടാൻ ഒത്തിരി പേർ വെമ്പൽ കൊള്ളുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ മക്കളായി അറിയപ്പെടാൻ വെമ്പൽ കൊള്ളാം. ദൈവം ആഗ്രഹിക്കാത്ത ഒരു തീരുമാനം എടുത്താട്ടെ. എല്ലാവരും തങ്ങളുടെ ഹൃദയങ്ങളോട് പറഞ്ഞാട്ടെ, കർത്താവേ, മണ്ണെ പ്രതി മാണിക്യത്തെ വെടിയുന്ന ഒരു സ്വഭാവവും എന്നിൽ ഉണ്ടാകരുതേ. ആവശ്യങ്ങൾ എനിക്ക് ലക്ഷ്യമാകരുതേ, ആവശ്യം മാത്രമായിരിക്കണമേ. വിഷയാസക്തി എന്നെ പിടിച്ചെന്റെ ഹൃദയം കഠിനമാകരുതേ. എന്റെ ദൈവന്റെ വിഷയങ്ങളെ കൈകാര്യം ചെയ്യണേ. ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ യേശാവിനെ പോലെയോ, ഒരു പച്ചപ്പിന് വേണ്ടി അബ്രഹാമുള്ള ബന്ധം വിച്ഛേദിച്ച് മാറിപ്പോയ ലോത്ത്, വലഞ്ഞുപോയ നീതിമാന ലോത്തിനെ പോലെയോ ഞാൻ ആകരുതേ. ആ സമർപ്പണത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.